തുറക്കാൻ പറഞ്ഞില്ലേ? മനസ്സിലായില്ല എന്നുള്ള അഭ്യാസം എടുക്കല്ലേ? പിന്നെ ഞങ്ങൾ ഉണ്ടാക്കാൻ ഇവിടെ വരണം. ഞങ്ങളവിടെ സൂചിപ്പിക്കാൻ വരണ്ട. നിന്റെ സർവീസിനുള്ള പാരിതോഷികം തരാം. അത് തരാം കേട്ടോ. ഇതൊന്നും ഇതല്ലല്ലോ. നിന്റെ സർവീസിനുള്ള പാരിതോഷികം തരാം കേട്ടോ. ഓർത്ത് വെച്ചോ. പാലക്കാട്ടിന് പിന്നാലെ നിലമ്പൂരും പെട്ടിപ്രശ്നം. ഈ പെട്ടിപ്രശ്നം വെറുമൊരു പെട്ടിപ്രശ്നമല്ല, അതൊരു വോട്ടു പ്രശ്നമാണ്. പാലക്കാട്ടെ പെട്ടിപ്രശ്നം UDFന്റെ വോട്ടിൽ കൊണ്ടുപോയിട്ടത് അത്ര ചില്ലറയല്ല എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. അവസാനം പെട്ടിയല്ല പ്രശ്നം എന്ന് പാലക്കാട്ട് CPMന്റെ നേതാക്കൾക്ക് തന്നെ പറയേണ്ടി വരുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നിലമ്പൂരിലെ പെട്ടിപ്രശ്നം അങ്ങനെ ആ തരത്തിൽ പ്രതിരോധിക്കാൻ കഴിയുന്ന ഒന്നല്ല കോൺഗ്രസിന്. ഒന്നാമത്തേത് ശരിയാണ്, തുടർച്ചയായ അത്തരം സമീപനങ്ങൾ ഉണ്ടാകുമ്പോൾ അതൊരിക്കൽ വ്യക്തിപരമായി നേരിട്ടിട്ടുള്ളയാൾ എന്ന നിലയ്ക്ക് തന്നെയായിരിക്കും ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിലും അതിനോടൊപ്പം ഷാഫി പറമ്പിലും അതിനെ നേരിട്ടിട്ടുണ്ടാവുക. പക്ഷേ അവിടെ ഉപയോഗിച്ച വാക്കുകൾ എന്ന് പറയുന്നത് ഒരു ജനപ്രതിനിധിക്കോ ജനാധിപത്യ വിശ്വാസിക്കോ ചേരുന്നതല്ല എന്നുള്ള ഇടത്താണ് കോൺഗ്രസിന് അവിടെ പിഴച്ചത് എന്നതും വ്യക്തമാണ്. പെട്ടിപ്രശ്നം രണ്ടാം ഘട്ടം വരുമ്പോൾ നിലമ്പൂരിൽ കാത്തുവച്ചിരിക്കുന്നത് എന്താണ്? സൂപ്പർ പ്രൈം ടൈമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളോടൊപ്പം അതിഥികൾ കോൺഗ്രസിൽ നിന്ന് ഡോക്ടർ ജിൻഡോ ജോൺ, CPMൽ നിന്ന് ശ്രീ PMR ഷോ, ഇടത് സഹയാത്രികൻ ഡോക്ടർ പ്രേംകുമാർ, കോൺഗ്രസ് അനുകൂലി മാധ്യമപ്രവർത്തകനുമായ ശ്രീ N ശ്രീകുമാർ എന്നിവർ നമ്മളോടൊപ്പം തത്സമയം ചർച്ചയിൽ ചേരുകയാണ്. ഡോക്ടർ ജിൻഡോ ജോൺ, അങ്ങേക്ക് എന്നെ കേൾക്കാമോ? കേൾക്കാം. ഡോക്ടർ ജിൻഡോ ജോൺ, സ്വാഭാവിക പരിശോധനയാണ്, തെരഞ്ഞെടുപ്പ് കാലത്ത് അത് ഉള്ളതാണ്. ജനാധിപത്യ പ്രക്രിയയിൽ ഇടപെടുന്ന ആളുകൾ എന്ന നിലയ്ക്ക് MP-ക്കും MLA-ക്കും കോൺഗ്രസിലെ മുഴുവൻ പ്രവർത്തകർക്കും എല്ലാവർക്കും അറിയാവുന്നതാണ് അത്തരം പരിശോധനകൾ ഉണ്ടാകും എന്നുള്ളത്. അങ്ങനെ പരിശോധിക്കാൻ പാടില്ലാത്ത പ്രിവിലേജ് എന്താണ് കോൺഗ്രസ് നേതാക്കൾക്ക് നിലമ്പൂരുള്ളത്? മാധു, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കോൺഗ്രസ് നേതാക്കന്മാർക്കെന്നല്ല, കേരളത്തിലെ ഇന്ത്യയിലെ ഒരു നേതാക്കന്മാർക്കും സാധാരണക്കാർക്കില്ലാത്ത ഒരു പ്രിവിലേജും തെരഞ്ഞെടുപ്പ് സമയത്തില്ല. തീർച്ചയായിട്ടും സകല സാധാരണക്കാരുടെയും വാഹനങ്ങൾ പരിശോധിക്കുന്നത് പോലെ തന്നെ കോൺഗ്രസ് നേതാക്കന്മാരുടെ അടക്കം, കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ അടക്കം, മന്ത്രിമാരുടെ അടക്കം മുഴുവൻ നേതാക്കന്മാരുടെയും ജനപ്രതിനിധികളുടെയും വാഹനങ്ങൾ പരിശോധിക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. പക്ഷേ ആ പരിശോധിക്കുന്നതിൻ്റെ ലക്ഷ്യം എന്താണ്? അനധികൃതമായിട്ടുള്ള എന്തെങ്കിലും സാധന സാമഗ്രികൾ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നുണ്ടോ, പണം അനധികൃതമായിട്ട് കൊണ്ടുപോകുന്നുണ്ടോ, അനുവദനീയമായതിൽ കൂടുതൽ കൊണ്ടുപോകുന്നുണ്ടോ എന്നൊക്കെ കണ്ടെത്താനാണല്ലോ. അത്തരം പരിശോധനകൾ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ടോർച്ചടിച്ച് MP-യുടെ മുഖം കണ്ട് MP ആണെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷവും അതിനുശേഷം അവർ പറഞ്ഞ MP ആണെന്ന് അറിഞ്ഞില്ല എന്നൊക്കെയാണ്. അതെന്തെങ്കിലും ആവട്ടെ, അവരെ പുറത്തിറക്കുന്നു, വാഹനം പരിശോധിക്കുന്നു, വാഹനത്തിൻ്റെ ഡിക്കി തുറക്കുന്നു, പെട്ടി കാണുന്നു. അവിടെ വെച്ച് പരിശോധന നിർത്തിയാൽ പോരാ, ആ പെട്ടിക്കകത്തുള്ള സാധനങ്ങൾ കൂടി പരിശോധിക്കണം. ഏതെങ്കിലും പെട്ടിയുടെ പുറത്തുനിന്ന് നോക്കിയാൽ പെട്ടിയുടെ നിറം കണ്ടാൽ പെട്ടിക്കകത്ത് എന്താണെന്ന് തീരുമാനിക്കാനുള്ള പ്രത്യേക കഴിവ് കേരളത്തിലെ ഇത്തരം ഉദ്യോഗസ്ഥർക്ക് ആർക്കെങ്കിലും ഉണ്ടതായിട്ട് നമുക്കറിയില്ല. സ്വാഭാവികമായിട്ട് ഏത് ബാഗായാലും പെട്ടിയായാലും അത് തുറന്ന് പരിശോധിക്കണം. പരിശോധനയുടെ ലക്ഷ്യം അതാണെങ്കിൽ, അപ്പോൾ നമ്മളിവിടെ എതിർക്കുന്നത് പരിശോധനയുടെ ലക്ഷ്യം അതായിരുന്നില്ല. കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട വടകര MP-യെയും പാലക്കാട് MLA-യും തിരിച്ചറിയാഞ്ഞിട്ടുമല്ല. ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥർക്ക്, തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് കേരളത്തിലെ ഒരു MP-യെയും MLA-യും തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അതൊരു മോശപ്പെട്ട പ്രവണതയാണ്. ഇനി തിരിച്ചറിഞ്ഞാലും ഇല്ലെങ്കിലും അവരുടെ പരിശോധിക്കാൻ ഉദ്ദേശിച്ചത് എന്താണോ അതുകൂടി പരിശോധിക്കണ്ടേ? അപ്പോൾ അത് പരിശോധിക്കാത്തതിലാണ്, അത് ഇൻസൾട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള ശ്രമം നടത്തിയതെന്നുള്ള ആക്ഷേപം പറഞ്ഞത്. ശരി ഡോക്ടർ ജിൻഡോ ജോൺ, ശരി, അങ്ങനെ അപമാനിക്കാൻ ശ്രമിച്ചു എന്നുള്ളത്, അങ്ങനെ വീണ്ടും വീണ്ടും തുടർച്ചയായി ഇരയാക്കാൻ ശ്രമിച്ചു എന്നുള്ളത്, അപമാനിക്കാൻ ശ്രമിച്ചു എന്നുള്ളതൊക്കെ ആരോപണങ്ങളായി മുന്നോട്ട് വെക്കാം. പക്ഷേ എന്ത് പാരിതോഷികം കൊടുക്കും എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട പാലക്കാട് MLA ഉദ്യോഗസ്ഥരോട് പറഞ്ഞത്. അദ്ദേഹത്തിന് അങ്ങനെ പ്രത്യേകിച്ച് പാരിതോഷികം കൊടുക്കാനുള്ള എന്തെങ്കിലും സംവിധാനമുണ്ടോ ഉദ്യോഗസ്ഥർക്ക്? തീർച്ചയായിട്ടും കേരളത്തിലെ ഉദ്യോഗസ്ഥർക്ക് മാത്രമല്ല, ഈ ഉദ്യോഗസ്ഥരെ കൊണ്ട് ഇത്തരത്തിലുള്ള ഇൻസൾട്ട് രാഷ്ട്രീയം നടത്തുന്ന കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ്റെ സർക്കാരിന് പാരിതോഷികം കൊടുക്കാനുള്ള കഴിവും രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും മാത്രമല്ല, 9 വർഷമായിട്ട് ഈ ജനദ്രോഹ സർക്കാരിൽ നിന്ന് ദുര്യോഗങ്ങൾ അനുഭവിക്കുന്ന കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കുമുണ്ട്. ജനങ്ങളാണ് പാരിതോഷികം കൊടുക്കുന്നത്. പാലക്കാട് തെരഞ്ഞെടുപ്പിൽ നീലപ്പെട്ടിയുടെ പുറകിൽ പോയപ്പോൾ പാരിതോഷികം ജനങ്ങൾ കൊടുത്തല്ലോ. ഷാഫി പറമ്പിൽ കിട്ടിയതിൻ്റെ 6 ഇരട്ടി ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആയതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ആ പെട്ടിയുടെ നിറത്തിൻ്റെ പുറകെ പോയി
ആയതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത്തരത്തിലുള്ള പാരിതോഷികം കൃത്യമായിട്ട് ഇത്തരത്തിൽ പിണറായി വിജയന് ഏറാൻ മൂളികളായിട്ടുള്ള, സർക്കാരിന് വാഴ്ത്തുപാട്ടുകാരായിട്ടുള്ള ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥർക്ക് പാരിതോഷികം കൊടുക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് ശേഷിയുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടാൽ പോലീസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കീഴിലാണ് എന്നുള്ളതും അവരുടെ പ്രവർത്തനങ്ങളും പരിശോധനയും അടക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷന് കീഴിലുള്ളതാണ് എന്നും കോൺഗ്രസിനോ കോൺഗ്രസിന്റെ നേതാക്കൾക്കോ തെരഞ്ഞെടുപ്പിലൂടെ ജനങ്ങളുടെ പ്രതിനിധികളായി മാറിയ ആളുകൾക്കോ അറിയാത്തതല്ല. പിന്നെ എന്തുകൊണ്ടാണ് ഈ പിണറായി പോലീസ് എന്ന ആവർത്തനം? അല്ല, ഞാൻ ഈ ഇന്ത്യ മഹാരാജ്യത്താണ് ജീവിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഞാനത് ആവർത്തിച്ച് പറയുന്നത്. പാലക്കാട് തെരഞ്ഞെടുപ്പ് ബൈ ഇലക്ഷൻ്റെ സമയത്ത് ഉത്തരവാദിത്തപ്പെട്ട കേരളത്തിലെ സർവരാലും അറിയപ്പെടുന്ന വനിതാ നേതാക്കന്മാരുടെ ഹോട്ടൽ മുറിയിൽ പാതിരാത്രിക്ക് പോയി വനിതാ പോലീസിന്റെ സാന്നിധ്യമില്ലാതെ ഡോറ് തട്ടി വിളിച്ച ആ പോലീസുകാരെ പിണറായി പോലീസ് എന്ന് വിളിക്കാൻ തന്നെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അതിനുശേഷം നടത്തിയിട്ടുള്ള ആ റെയ്ഡ് നാടകവും അതിൻ്റെ പുറകിൽ നടന്നിട്ടുള്ള പ്രചരണവും പ്രസംഗവും ഒക്കെ ഞങ്ങൾ കണ്ടിട്ടുള്ളതാണ്. അവിടെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരായിട്ട് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇലക്ഷൻ കമ്മീഷനിലേക്ക് അസോസിയേറ്റ് ചെയ്യുന്ന സർക്കാർ ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും അതിനു മുമ്പും അതിനുശേഷവും സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് സമയത്ത് അവരെ ഒരു പ്രത്യേക ചുമതലയ്ക്ക് ഡ്യൂട്ടിക്ക് നിയോഗിക്കുന്നു എന്നുള്ളത് ഒഴിച്ചാൽ അവരുടെ സ്വഭാവത്തിലും അവരുടെ പ്രവർത്തന ശൈലിയിലും കാര്യമായി വ്യത്യാസമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. മാത്രമല്ല, ഇന്ത്യയിലെമ്പാടും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനത്തിലെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നുള്ളൊരു ബോധ്യം ഞങ്ങൾക്കുണ്ട്. ശരി, ശ്രീ പി എം ആർ അങ്ങേക്ക് കേൾക്കാമോ? കേൾക്കാം. ശ്രീ പി എം ആർ ഇന്നിപ്പോൾ LDFന്റെ സ്ഥാനാർത്ഥി ശ്രീ എം സ്വരാജ് പറഞ്ഞത് അതൊരു നാടകമാണ് UDFന്റെ എന്നുള്ളതാണ്. അതായത് പാലക്കാട്ട് ഏറെക്കുറെ അവർക്ക് വിജയിപ്പിക്കാൻ കഴിഞ്ഞ പെട്ടി നാടകം ആവർത്തിച്ചു എന്നുള്ളതാണോ? ഈ പെട്ടിയുടെ പുറം കണ്ടാൽ അതിലെന്താണുള്ളത് എന്ന് അറിയാൻ കഴിയുന്ന സാങ്കേതികവിദ്യ പോലീസിനുണ്ടോ എന്ന് ഡോക്ടർ ജിൻഡോ ജോൺ ചോദിക്കുന്നു. നീലപ്പെട്ടി തപ്പിയാണോ കേരളത്തിന്റെ പോലീസ് പോയത് എന്നുള്ളതാണ് ആ ചോദ്യമെങ്കിൽ ഇതൊരു രാഷ്ട്രീയ നാടകമാണ് എന്ന് നിങ്ങൾ ഉന്നയിക്കാനുള്ള കാരണം എന്താണ്? രണ്ടാമത്തേത്, ഇതിപ്പോൾ നോക്കൂ, മറ്റുള്ളവർക്ക് അത് വളരെ സ്വാഭാവികമായ പരിശോധന എന്ന നിലയ്ക്ക് കാണാം, മറ്റുള്ളവർക്ക് അത് വളരെ സാങ്കേതികമായ പരിശോധന എന്ന നിലയ്ക്ക് കാണാം. പക്ഷേ ഒരു ഘട്ടത്തിൽ, അതായത് തൊട്ടു മുൻപ് നടന്ന തെരഞ്ഞെടുപ്പിൽ താൻ തന്നെ മത്സരിച്ച സ്ഥാനാർത്ഥിയായ തെരഞ്ഞെടുപ്പിൽ ഇതേ അനുഭവം ഉണ്ടായ ഒരാൾക്ക്, അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്, അതങ്ങനെ വളരെ സ്വാഭാവികവും സാങ്കേതികവുമായി കാണേണ്ട സാഹചര്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. ഇത് മുൻകാല അനുഭവങ്ങളുടെ ഭാഗമായി ഉണ്ടാകുന്നൊരു അത് ട്രിഗർ ചെയ്യപ്പെടുമല്ലോ, ആ നിലയ്ക്കുള്ള പ്രതികരണമാണെങ്കിലോ? മധു, ഇതിനകത്ത് ഈ തെരഞ്ഞെടുപ്പ് ഭൂമിയിൽ ഇടപെടുന്ന മനുഷ്യരെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഈ നാട്ടിൽ ജീവിക്കുന്ന ആളുകൾക്ക് അറിയാലോ, ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏതെല്ലാം നിലയിലുള്ള പരിശോധനകളാണ് നാട്ടിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഉൾപ്പെടെ നേതൃത്വത്തിൽ നടക്കുക എന്നുള്ളതിനെ സംബന്ധിച്ച് അത് വളരെ സ്വാഭാവികമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. ഈ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ഈ ദിവസങ്ങൾക്കിടയിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ട് ഇന്ന് വരെയുള്ള ദിവസങ്ങൾക്കിടയിൽ ആദ്യമായി വാഹന പരിശോധനയിൽ പെടുന്ന ആളുകളല്ല ശ്രീ രാഹുൽ മാങ്കൂട്ടും അതുപോലെ തന്നെ ഷാഫി പറമ്പിലും. ഈ മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ, അതിൽ മന്ത്രിമാർ മുതൽ ജനപ്രതിനിധി മുതൽ സാധാരണ മനുഷ്യരുൾപ്പെടെ സർവത്ര ആളുകളുടെയും വാഹനങ്ങൾ പരിശോധിക്കുന്ന നില ഇതിനോടകം തന്നെ പല ദിവസങ്ങളിലും നടന്നിട്ടുണ്ട്. അത് വളരെ സ്വാഭാവികമായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയയാണ്. ഇന്ന് തന്നെ മാധ്യമങ്ങളെ കണ്ട വിവിധ കോൺഗ്രസിൻ്റെ നേതാക്കൾ പറഞ്ഞിട്ടുണ്ടല്ലോ, പല ഘട്ടത്തിലായി അവരുടെയൊക്കെ വാഹനങ്ങൾ പരിശോധിക്കുന്ന നിലയുണ്ടായി. അതൊരു സ്വാഭാവികമായി നിയമപരമായിട്ടുള്ളൊരു പ്രക്രിയ എന്നുള്ള നിലയ്ക്ക് അതിനോട് സഹകരിക്കുകയാണ് അവർ ചെയ്തതെന്നുള്ളതിനെ സംബന്ധിച്ച് ഇന്ന് തന്നെ ദൃശ്യങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ടല്ലോ. കേരളത്തിലെ മന്ത്രിമാരുടെ വാഹനങ്ങൾ, ഇടതുപക്ഷത്തെ ജനപ്രതിനിധികളുടെ വാഹനങ്ങളൊക്കെ വളരെ സ്വാഭാവികമായി നടക്കുന്നൊരു പ്രക്രിയ. അതിനോട് ഈ കൂട്ടർ കാണിച്ചിട്ടുള്ള അങ്ങേയറ്റം അസഹിഷ്ണുതാപരമായിട്ടുള്ള, അങ്ങേയറ്റം മോശമായിട്ടുള്ള പദപ്രയോഗങ്ങളിലൂടെ ഇവർ നടത്തിയിട്ടുള്ള ഇടപെടൽ, അതിൻ്റെ ദൃശ്യങ്ങളാണ് ഈ പറഞ്ഞ പോലെ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും ഈ നിലയിലല്ല തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ പെരുമാറേണ്ടത് എന്നതിനെ സംബന്ധിച്ച്, ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചുള്ള ജനപ്രതിനിധികളുടെ പെരുമാറ്റം ഇങ്ങനെയാകരുത് എന്നുള്ളതിനെ സംബന്ധിച്ച് മാധുവിനും വ്യത്യസ്തമായ ഒരു അഭിപ്രായം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. എന്നാൽ ഞങ്ങളെ സംബന്ധിച്ച് ഈ ഒരു ഇന്നലെ അവർ നടത്തിയിട്ടുള്ള വളരെ കൃത്യമായ ഷോ ഓഫ്, അതിൻ്റെ തുടർച്ചയിൽ ഇപ്പോൾ ഇന്ന് വലിയൊരു സമയം അത് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി മാറ്റിവെക്കുന്നത് ഉൾപ്പെടെ, ഇപ്പം ഞങ്ങൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഉൾപ്പെടെ പറഞ്ഞല്ലോ, ഒരു നാടകമാണ്, ബോധപൂർവമാണോ എന്ന് സംശയിക്കുന്നു എന്നുള്ളത് സംബന്ധിച്ച് വളരെ ബോധപൂർവം ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട, അവരെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് പരാജയം തൊട്ടടുത്തെത്തി നിൽക്കുന്ന ഘട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പിനകത്ത് ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന വിവിധങ്ങളായ വിഷയങ്ങളുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ജമാഅത്തെ ഇസ്ലാമിയെ വെള്ളപൂശുന്നതിന് വേണ്ടിയും
പൊതുസമൂഹത്തിൽ മതതീവ്രവാദ സംഘടനയായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയെ വെള്ളപൂശി ഇത് കുഴപ്പമില്ല കൂട്ടത്തിൽ കൊണ്ടുപോയി ഇരുത്താൻ വേണ്ടി കഴിയുന്ന ആളുകളാണ്, ഇവർക്ക് പഴയ തീവ്രവാദ സ്വഭാവമൊന്നുമില്ല, ഇവരെ ആകെ ഞങ്ങൾ നന്നാക്കി കളഞ്ഞിട്ടുണ്ട് എന്ന സർട്ടിഫിക്കറ്റ് വിതരണം VD സതീശൻ എന്ന കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് നടത്തിയിട്ടുള്ളത്. ഈ ദിവസങ്ങളിലാണ് കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിലൊരായിട്ടുള്ള KC വേണുഗോപാൽ ഈ നാട്ടിലെ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകളെ ഉൾപ്പെടെ കൈക്കൂലിക്കാർ എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്ന നിലയുണ്ടായിട്ടുള്ളത്. ഈ വിധത്തിൽ കോൺഗ്രസിനെതിരായിട്ടുള്ള തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിച്ച് നിൽക്കുന്ന സാഹചര്യമുണ്ട്. നിലമ്പൂർ മണ്ഡലത്തിൽ ഉൾപ്പെടെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ നാളുകളിൽ കഴിഞ്ഞ 9 വർഷക്കാലത്തിനിടയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അതിശക്തമായിട്ടുള്ള ക്യാമ്പയിനും അതിശക്തമായിട്ടുള്ള പ്രചരണവും തെരഞ്ഞെടുപ്പ് രംഗത്ത് നല്ല നിലയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാം വിധമുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെട്ട് വന്നു നിൽക്കുന്ന ഘട്ടത്തിൽ അതിൽ നിന്നും തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനുകളെ ആകെ വഴിമാറ്റുക സ്വാഭാവികമായും അവർ ഉദ്ദേശിച്ച നിലയിലാണല്ലോ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിന്റെ ഭൂമികയിൽ മാതൃഭൂമി പോലെ കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാനൽ അവരുടെ പ്രൈം ടൈം ഈ പറഞ്ഞ പെട്ടി എന്ന് പറഞ്ഞുകൊണ്ടൊരു ചർച്ചയിലേക്ക് പോയി വന്നു നിൽക്കുന്ന ഒരു സാഹചര്യം ഉൾപ്പെടെ രൂപപ്പെട്ടു വന്നത്. അപ്പൊ ആ നിലയിൽ തെരഞ്ഞെടുപ്പ് ഇതേപോലെ പാലക്കാട് തെരഞ്ഞെടുപ്പ് ഉണ്ടായ സമയത്ത് ഒരു രാത്രി മുഴുവൻ ഞാൻ അന്ന് അവിടെ റിപ്പോർട്ടിങ്ങിന് പോയ ദിവസമാണ്. രാത്രി മുഴുവൻ നീണ്ട നാടകീയതകളും രാവിലെ മുഴുവനും നീണ്ട പ്രശ്നങ്ങളും PM ഷോയ്ക്ക് അവിടെ അന്ന് നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നില്ല രാത്രിക്ക്. എനിക്ക് ഓർമ്മയുണ്ട് ആ സീനുകളെല്ലാം ഓർമ്മയുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് അതിൻ്റെ ഒരു തനിയാവർത്തനം അതിന്റെ ആവർത്തനം എന്ന നിലയ്ക്ക് കാണുമ്പോഴാണ് ഇത് തുടർച്ചയായ അനീതി എന്നവർക്ക് ചിന്തിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അതിപ്പോ KPCC പ്രസിഡന്റിനോ PC വിശ്വനാഥിനോ K രാധാകൃഷ്ണനോ മറ്റുള്ളവർക്ക് ആർക്കും അത് തോന്നണം എന്നില്ല. അത് വളരെ വ്യക്തിപരമായി നേരിടേണ്ടി വന്ന ആളുകൾ എന്ന നിലയ്ക്ക് ഇത് തുടരുന്ന അനീതിയാണല്ലോ എന്ന നിലയ്ക്ക് പ്രതിഷേധിക്കാം. പക്ഷേ പറഞ്ഞ ഒരു വാക്കിനെയും ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് ഞാൻ ആവർത്തിച്ച് പറയുന്നത് കോൺഗ്രസ് പ്രതിനിധിയോട് പറയുന്ന ഒരു കാര്യമാണ്. എന്താണ് അദ്ദേഹത്തിന് ഈ പറയുന്ന പാരിതോഷികം കൊടുക്കുക, അതൊക്കെ മറ്റൊന്ന് ഞാൻ കോൺഗ്രസിന്റെ പ്രതിനിധികളോട് കോൺഗ്രസിനെ അനുകൂലിക്കുന്നവരോട് ചോദിക്കാം. പക്ഷേ ആ രീതിയിൽ തുടർച്ചയായ അനീതി ഉണ്ടാകുന്നു എന്നൊരു തോന്നലുണ്ടാവില്ലേ? ഇതിപ്പോ പെട്ടി പാലക്കാട്, പെട്ടി നിലമ്പൂര്, എന്തിനാണ് കോൺഗ്രസ് നേതാക്കളുടെ പിന്നാലെ പെട്ടിയും തപ്പി നടക്കുന്നത് പോലീസ് എന്നൊരു ചോദ്യമല്ലേ? എന്റെ മാധു, ഇതിനകത്ത് രാഹുൽ മാങ്കൂട്ടോ ഷാഫി പറമ്പിലോ നിലമ്പൂരിലേക്ക് കള്ളപ്പണം എത്തിച്ചു എന്ന് ഈ പറഞ്ഞവർക്ക് ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ തെരഞ്ഞെടുപ്പ് ഈ സെർച്ച് നടത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥരാരും പറഞ്ഞതായി നമ്മുടെ മുൻപിലേക്ക് അറിവില്ല. വളരെ സ്വാഭാവികമായി നടക്കുന്ന ഒരു പ്രക്രിയ, ആ പ്രക്രിയ നടക്കുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് ഇവരെ ആക്ഷേപിക്കുന്ന നിലയിലേക്കോ അല്ലെങ്കിൽ ഇവർ ആ കള്ളപ്പണത്തിന്റെ ഏജന്റുമാരാണ് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി ഇവിടെ ആരും നിന്നിട്ടില്ല. ഇപ്പൊ സ്വാഭാവികമായിട്ടും എന്താ പറയുക, ഞാനത് പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല, പോട്ടെ, അതെന്തോ ആയിക്കോട്ടെ. അങ്ങനെ നടന്നൊരു സ്വാഭാവിക പ്രക്രിയ കാണുന്ന ഘട്ടത്തിലെ അത് ഞങ്ങളെയാണ് എന്ന് പറഞ്ഞ് പൂരപ്പറമ്പിലെ ഈ പറഞ്ഞ കള്ളന്റെ മാതിരി ഇടപെടേണ്ടുന്ന പെരുമാറേണ്ടുന്ന സ്ഥിതി ഇല്ല എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. വളരെ സ്വാഭാവികമായി വളരെ ജനാധിപത്യപരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പെട്ടി പരിശോധിക്കുകയും പെട്ടിയെടുത്ത് പുറത്തു വെക്കുകയും ചെയ്യുന്നത് അതിനുള്ളിൽ കള്ളപ്പണമുണ്ടോ എന്നത് പരിശോധിക്കാൻ തന്നെയാണല്ലോ. അതിനാണല്ലോ പ്രത്യേക സ്ക്വാഡ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സജീവമാകുന്നത്. എന്നിട്ട് ഈ പെട്ടി തുറക്കാതിരിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിക്കുന്നു കോൺഗ്രസ്സുകാർ. അപ്പൊ അതിനുള്ളിൽ കള്ളപ്പണമുണ്ടോ എന്ന് ഇവർക്ക് അറിയണ്ടേ? അന്വേഷിക്കാൻ വന്നത് മറ്റ് ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടോ എന്ന് തന്നെയാണല്ലോ. അപ്പൊ അത് അന്വേഷിക്കണ്ടേ? അത് പൂർത്തീകരിക്കണ്ടേ? അതോ നട്ടപ്പാതിരാക്കി മുഖത്ത് ടോർച്ച് അടിച്ച് നോക്കി നിങ്ങളാണല്ലേ, ഞങ്ങൾ പരിശോധിക്കാനുണ്ട് എന്ന നിലയ്ക്ക് ഉള്ള ഒരു പെരുവഴിയിൽ ഇറക്കി നിർത്തൽ നാടകം മാത്രമായിരുന്നോ എന്നാണ് കോൺഗ്രസ് ചോദിക്കുന്നത്. അതായത് മാധു, അവരുടെ പെട്ടി പരിശോധിച്ചിട്ടില്ല എന്നുള്ളത് അവർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അവിടെ നടന്ന പരിശോധനയുടെ മുഴുവൻ വിശദാംശങ്ങളും നമ്മുടെ കയ്യിലില്ല, എൻ്റെ കയ്യിലില്ല. എന്തായാലും സ്വാഭാവികമായി നടക്കുന്ന അത് ഞാൻ പറഞ്ഞു, അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ നിലനിൽക്കുന്ന നിയമത്തിനകത്ത് ഭേദഗതി വരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് അന്തരീക്ഷത്തിൽ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് ഞാൻ മനസ്സിലാക്കുന്ന കോൺഗ്രസിന്റെ മറ്റ് നേതാക്കന്മാർക്കാർക്കും ആ ഒരു പ്രയാസമില്ല എന്നുള്ളതാണ്. ഇനി രാഹുൽ മാങ്കൂട്ടത്തിന്റെയും ഷാഫി പറമ്പിലിന്റെയും വാഹനങ്ങൾ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പ്രദേശത്തെ അവരെ കണ്ടു കഴിഞ്ഞാൽ പരിശോധിക്കരുത് എന്ന നിലയിലേക്ക് ഒരു നിയമ ഭേദഗതി ഉണ്ടാക്കുക എന്നുള്ളതല്ലാതെ ഇതിനകത്ത് മറ്റു പരിഹാരം ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇവർക്ക് എന്താ പറയാ, സ്ക്വാഡിനെ കണ്ടു കഴിയുമ്പോൾ ഇവർക്ക് ഭയങ്കര പ്രശ്നം. അപ്പൊ ആ നിലയിൽ ഒരു നിയമ ഭേദഗതി ഉണ്ടാക്കുക എന്നുള്ളതല്ലാതെ മറ്റു മാർഗങ്ങളൊന്നും ഉണ്ടാകും എന്ന് ഞാൻ വ്യക്തിപരമായി കരുതുന്നില്ല. അത് ശരി. ശ്രീകുമാർ, കോൺഗ്രസിന് അതും രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും PK ഫിറോസും സഞ്ചരിക്കുന്ന വാഹനം മാത്രം തെരഞ്ഞെടുപ്പ് സ്ക്വാഡ് പരിശോധിക്കാൻ പാടില്ല എന്ന നിലയ്ക്ക് അങ്ങനെ പ്രത്യേക പരിരക്ഷയൊന്നും ഇല്ല എന്നത് യാഥാർത്ഥ്യമാണ്. അതിനെ അങ്ങനെ അംഗീകരിക്കാൻ കഴിയാത്ത എന്ത് സാഹചര്യമാണ് ഈ നേതാക്കൾക്കുള്ളത്? മാത്രമല്ല മത സാമുദായിക വിഷയങ്ങളടക്കം പലതും
കെ.സി. വേണുഗോപാലിന്റെ പ്രസ്താവന അടക്കം പലതും കോൺഗ്രസിനെതിരായി ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യത്തെ മറച്ചുവെക്കാനുള്ള രാഷ്ട്രീയ നാടകമാണ് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ LDFന്റെ സ്ഥാനാർത്ഥി അടക്കം ആരോപിക്കുന്നത്. അപ്പോൾ ഇതൊരു വളരെ അധികം മാനിപ്പുലേറ്റ് ചെയ്തൊരു സ്റ്റോറി, ഒരു നാടകം എന്ന നിലയ്ക്ക് മാത്രം കണ്ടാൽ മതിയോ? അതോ എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് സ്ക്വാഡ് പരിശോധിക്കാൻ വരുമ്പോൾ ഞങ്ങൾ ഇരയാക്കപ്പെടുന്നു എന്നുള്ളതും മാത്രമല്ല ഉദ്യോഗസ്ഥരെ ആ നിലയ്ക്ക് ഭീഷണിപ്പെടുത്തുന്ന പ്രതികരണവും ഉണ്ടാകുന്നത്? നോക്കൂ മാധു, അങ്ങനെ ഒരു വ്യാഖ്യാനം നൽകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതായത് എന്താണ് ഇവരുടെ പെട്ട് പരിശോധിക്കാൻ മാത്രം എന്താ ഇത്ര പ്രശ്നം എന്നുള്ള രീതിയിൽ അത് വ്യാഖ്യാനിച്ച് കൊണ്ടുവരുന്നുണ്ട്. അവിടെ എന്താ സംഭവിച്ചതെന്നുള്ള ജിൻഡോ ജോൺ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. നമ്മളത് കണ്ടതാണ്, ലൈവായിട്ട് രാത്രിയിലുള്ളത് നിങ്ങളൊക്കെ കാണിച്ചതാണ്. പെട്ടി പരിശോധിക്കുന്നതല്ല പ്രശ്നം. കാറ് തടഞ്ഞു നിർത്തി ഇവരെ രണ്ടുപേരും ഇവരെ പരിശോധിക്കണമെന്ന് പറഞ്ഞു. ഇവർ പരിശോധിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പരിശോധിക്കാൻ പറഞ്ഞപ്പോൾ പെട്ടി കണ്ടു, പിന്നെ പൊക്കോളി എന്ന് പറഞ്ഞപ്പോൾ തങ്ങളെ അപമാനിക്കാൻ ശ്രമിച്ചതായിട്ട് അവർക്ക് തോന്നി. ഇത് CPM വളരെ തന്മയത്വത്തോടെ കൈകാര്യം ചെയ്തു. അതിൻ്റെ കാരണം അത് മനസ്സിലാക്കി കാണും. കാരണം നീലപ്പെട്ടി പൊക്കിക്കൊണ്ടുവന്ന് അവിടെ CPMനുള്ളിൽ തന്നെ പാലക്കാട് പ്രശ്നമുണ്ടായി. NN കൃഷ്ണദാസിൻ്റെ പേരൊക്കെ എടുത്ത് വിമർശിച്ചൊക്കെ അറിയാമല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം വന്നപ്പോൾ CPM തന്നെ ഇന്ന് അത് വളരെ പക്വതയോടെ കൈകാര്യം ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഗോവിന്ദ മാഷ് തോന്നിയാസം എന്ന് പറഞ്ഞപ്പോഴേ അവരുടെ LDFന്റെ മുൻ കൺവീനറായിരുന്ന CPMന്റെ മുൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പോളിറ്റ് ബ്യൂറോ മെമ്പർ വിജയരാഘവൻ എന്താ പറഞ്ഞതെന്ന് അറിയാമോ? അവർ ന്യൂ ജനറേഷനിൽപ്പെട്ട നേതാക്കളാണ്, അവർക്ക് ആവേശം കൂടിക്കാണും, അത്രേ ഉള്ളൂ, ഗൗരവമായിട്ട് എടുക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സ്ഥാനാർത്ഥി പറഞ്ഞതും ഏതാണ്ട് ആ രീതിയിലാണ്. അതുപോലെ തന്നെ പക്ഷേ ഇതിൻ്റെ വ്യാഖ്യാനം കൊണ്ടുവന്ന് അത് വേറൊരു രീതിയിൽ ഇവർക്കെന്താ പ്രത്യേകത, ഇവർക്കെന്താ കൊമ്പുണ്ടോ എന്ന രീതിയിലേക്ക് കൊണ്ടുവരികയാണ്. ഇതിൽ പ്രശ്നം എന്താ വെച്ചാൽ അവിടെ മാധു ചോദിച്ചൊരു ചോദ്യമുണ്ട്. നിലമ്പൂരിലത്തെ വിഷയം ഇതൊന്നും അല്ല. ഈ പെട്ടി വിവാഹം എന്നുള്ള നമുക്കിപ്പോൾ ചർച്ച ചെയ്യാനുള്ള നല്ലൊരു കൗതുകകരമായ വിഷയം മാത്രമാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഷാഫി പറമ്പിലിനെയും യൂത്ത് ലീഗ് പ്രസിഡന്റ് PK ഫിറോസിനെയും നമ്മുടെ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് രാഷ്ട്രീയമായി കുറേ കാലമായിട്ട് നോട്ടമിട്ട് തുടങ്ങിയിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെ വീട് വളഞ്ഞ് പിടികൂടിയതും, ഷാഫി പച്ചച്ചപ്പോൾ കാഫി സ്ക്രീൻഷോട്ട് കൊണ്ടുവന്നതും, ഫിറോസിനെ കുറച്ചു കാലം പിടിച്ച് ജയിലിലിട്ടൊക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ ഈ 3 പേരെ ഒരു വലിയ മലബാറിൽ UDFന്റെ യുവജന മുന്നേറ്റത്തിന് വലിയ ഒരു പിന്തുണ അവർക്ക് കിട്ടുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രകടമായൊരു ഉദാഹരണം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ കഴിഞ്ഞ വർഷത്തെ വിജയമാണ്. അപ്പോൾ അത് മാത്രമല്ല, മലബാറിലെ പൊതുവെ ഈ യുവജനങ്ങൾക്കിടയിൽ ഇവർക്കുള്ള പിന്തുണ ഭയങ്കരമാണ്. അപ്പോൾ എന്താണെന്ന് സംഭവിക്കുകയെന്ന് വെച്ചാൽ രാത്രിയിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും അതുപോലെ ഷാഫി പറമ്പിലും ഫിറോസും സഞ്ചരിച്ച കാർ തടഞ്ഞു നിർത്തിയാണ് വാർത്തയായത്. എന്തുകൊണ്ടാണ് അത് മാത്രം വാർത്തയായത്? അത് നമ്മൾ ആദ്യം ചിന്തിക്കുക. അവിടെ ഒരുപാട് നേതാക്കൾ വന്നല്ലോ. രാത്രിയിൽ ഇവരുടെ കാറ് പരിശോധിക്കുന്നു. അതിനുശേഷം ഇന്ന് രാവിലെ ചടപടാന്ന് കുറേ MP മാരുടെ MLA മാരെ പരിശോധിക്കാൻ നിൽക്കുന്നു. അപ്പോൾ ഒരു മന്ത്രി അതിലേ പോകുന്നു. അപ്പോൾ ആ മന്ത്രിയുടെ കാറ് പരിശോധിക്കുന്നില്ല. അപ്പോൾ എന്താണെന്ന് പത്രലേഖകർ ചോദിച്ചപ്പോൾ പറഞ്ഞത് ആ മന്ത്രിക്ക് തിരക്കുണ്ട്, അതോ അവർക്ക് തിരക്കുണ്ടോ, എന്തൊരു വാക്കാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഇവിടെ സംഭവിക്കുക എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് ഇവർക്കെതിരെ ഇങ്ങനെ നിരന്തരം ആക്ഷേപങ്ങൾ വരുന്നത്? അപ്പോൾ അതിൻ്റെ പ്രതികരണം ഉണ്ടാകുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രതികരണം കുറച്ച് കൂടിപ്പോയി എന്നൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. പക്ഷേ അതിന് വിജയരാഘവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അവരെ ന്യൂജൻ യൂത്താണ്, അവർക്ക് ആവേശം കൂടും. ജനപ്രതിനിധികൾ സംസാരിക്കുന്നതിനും ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥരോട് സംസാരിക്കുന്നതിനുമൊക്കെ ഒരു മയവും മര്യാദയും മാന്യതയും ഒക്കെ വേണ്ടതാണ്. അല്ലാതെ ഇതിനുള്ള പാരിതോഷികം ഞാൻ തന്നേക്കാം, ഇത് തീരുന്നതല്ലോ എന്ന നിലയ്ക്ക് അതിലേക്ക് നമുക്ക് പിന്നീട് വരാം, 2ാം ഘട്ടത്തിൽ വരാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ നിലയ്ക്കുള്ള ഭീഷണി പ്രയോഗം ജനാധിപത്യത്തിൽ വാഴിക്കാം എന്ന നിലയ്ക്കാണ് ഈ പുതിയ ജനപ്രാതിനിധ്യം കണ്ടിട്ടുള്ളത് പാലക്കാട് MLA എങ്കിൽ അതിലൊരു തിരുത്തൽ അനിവാര്യമാണ് എന്ന് അദ്ദേഹത്തെ മുതിർന്ന നേതാക്കളെങ്കിലും ബോധ്യപ്പെടുത്തും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഡോക്ടർ പ്രേംകുമാർ, അങ്ങനെ ഷാഫി രാഹുൽ ഫിറോസ് ത്രയത്തെ പേടിയുണ്ടോ LDF സംവിധാനങ്ങൾക്ക്? ഞാൻ വരാം അങ്ങയിലേക്ക് വരാം. ഡോക്ടർ പ്രേംകുമാർ, അങ്ങനെ ഷാഫി രാഹുൽ ഫിറോസ് ത്രയത്തെ പേടിയുണ്ടോ? മലബാറിന്റെ യുവജന സംഘടനാ സംവിധാനത്തെ ആകെ ഇളക്കാൻ കഴിയുന്ന യുവജന സംവിധാനത്തെ, അങ്ങനെ ഒരു നേതൃത്വത്തെ ഭയന്നുകൊണ്ടുള്ള വേട്ടയാടലാണ് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളതാണ് കോൺഗ്രസ് കാണുന്നത്, UDF കാണുന്നത്. UDF കോൺഗ്രസ് അങ്ങനെ പറയുന്നൊന്നുമില്ല. N ശ്രീകുമാർ മൂപ്പരെ വായിൽ തോന്നുന്ന അങ്ങ് പറയാണ്. PK ഫിറോസിനെ ജയിലിലിട്ടത് മുസ്ലിം ലീഗിനായിട്ടുള്ള ആളുകൾ കൊടുത്ത പരാതിന്റെ പുറത്താണ്. അയാളെ വെറുതെ പറഞ്ഞ് അപമാനിക്കാതിരിക്കും ശ്രീകുമാർ. ഈ വിഷയത്തിൽ നിങ്ങൾ PK ഫിറോസിനെയും കൂടെ വെറുതെ ഇൻസൾട്ട് ചെയ്യരുത്. അതും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അയാളെ CPM-മാർ പിടിച്ച് ജയിലിട്ടൊന്നുമല്ല. അപ്പോട്ടെ ശ്രീകുമാറിന്റെ അതിൽ കൂടുതൽ പ്രതികരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ വേറൊരു കാര്യം മാധു തുടക്കം മുതൽ പറയുന്നതും പൊതുവെ മലയാളികൾക്ക് തോന്നുന്നതായ ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ
പാലക്കാട്ട് രാഹുലിനെ പെട്ടി എന്ന് പറഞ്ഞ് പീഡിപ്പിച്ചു, അപ്പൊ പിന്നെയും പോലീസ് പരിശോധിക്കുന്ന സമയത്ത് അത് ട്രിഗർ ചെയ്യുന്നതാണെന്ന്. ആ ലോജിക്കിന്, ആ പറയുന്നതിനുള്ള അബദ്ധം മറുപടി മാധുവിന്റെ തന്നെ ഇൻട്രോയിലുണ്ട്. അതെന്താണെന്ന് വെച്ചാല്, നിങ്ങൾ പറയുന്നത്, കേരളത്തിലുള്ള ആളുകൾ എല്ലാവരും വിശ്വസിക്കുന്നത് പാലക്കാട്ടെ ആ പെട്ടി വിവാദത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് നേട്ടമുണ്ടായിട്ടുണ്ടെന്നാണ്. നേട്ടമുണ്ടായിട്ടുണ്ടെങ്കിൽ ആ അനുഭവം പോസിറ്റീവായിട്ടാണ് അദ്ദേഹത്തിന്റെ മെമ്മറിയിൽ ഉള്ളതെങ്കിൽ അതിനുശേഷം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പെട്ടി നോക്കണമെന്ന് പറയുമ്പം അയാൾ ഇങ്ങനെ വയലന്റ് ആവില്ല. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഇപ്പൊ മനസ്സിലാവുന്ന ഒരു കാര്യം, പാലക്കാട്ടെ പെട്ടി വിവാദത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതോ തരത്തിൽ പെട്ടുപോയിട്ടുണ്ടായിരുന്നു. കഷ്ടിച്ച് രക്ഷപ്പെട്ടതായിരിക്കാനാണ് സാധ്യത. അല്ലെങ്കിൽ അയാൾ ഇങ്ങനെ വെറീഡ് ആവേണ്ട ആവശ്യമില്ല. നിങ്ങൾ പറഞ്ഞ ആ ഒരൊറ്റ കാര്യത്തെ പറ്റി മാത്രമാണ് ഞാൻ പറയുന്നത്. ഇത് പെട്ടി വിവാദമല്ല, ഇത് വ്യാജ പെട്ടി വിവാദമാണ്. കാരണം ഇവിടെ പെട്ടിയില്ല. പാലക്കാട് പത്രസമ്മേളനം നടത്തി രാഹുൽ ഇങ്ങനെ പെട്ടി കാണിച്ച് ഇതിൽ പൈസ വെച്ചിട്ടുണ്ടെങ്കിൽ രാസപരിശോധന നടത്തിക്കോളൂന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ജിൻഡോ ജോൺ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാമുള്ള മറുപടി ഇന്ന് ഉച്ചയ്ക്ക് അഡ്വക്കേറ്റ് മാത്യു കുഴൽനാടൻ പറഞ്ഞിട്ടുണ്ട്. അതായത് രാഹുലിന്റെയും ഷാഫിയുടെയും വാഹനം പരിശോധിക്കുന്നതിന് മുന്നേ അവിടെ വെച്ച് മാത്യു കുഴൽനാടൻ MLA, PC വിഷ്ണുനാഥ് സീനിയർ MLA, സണ്ണി ജോസഫ് സീനിയർ MLA, KPCC പ്രസിഡന്റ്, ഇവർ 3 പേരും പോകുന്ന വാഹനം തടഞ്ഞു. പോലീസ് പരിശോധിക്കാൻ തുടങ്ങിയപ്പം PC വിഷ്ണുനാഥ് വളരെ മെല്ലെ പറഞ്ഞു, KPCC പ്രസിഡന്റ് ആണേ, നമുക്കറിയാം PC വിഷ്ണുനാഥ് അങ്ങനെയാണ് പറയാം. അപ്പം മുൻ സീറ്റിലിരുന്ന സണ്ണി ജോസഫ് പറഞ്ഞത് വേണ്ട അവർ പരിശോധിക്കട്ടെ, ലെറ്റ് ദം ഡു ദർ ഡ്യൂട്ടി എന്നാണ്. അപ്പം ആദ്യമായി പരിശോധിക്കപ്പെടുന്ന കോൺഗ്രസ്സുകാരുമല്ല ഇവർ. ഇനി ഇപ്പൊ നമ്മുടെ കയ്യിൽ കൃത്യമായ ലിസ്റ്റ് ഉണ്ട്. അബ്ദുൾ വഹാബ്, PV അബ്ദുൾ വഹാബിനെ അറിയാത്തൊരു പുൽക്കൊടി പോലും നിലമ്പൂരിലില്ല. M സ്വരാജ് ഇവിടെ മത്സരിക്കണമായിരുന്നു എന്ന് ഞാൻ എന്നേ ആഗ്രഹിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അബ്ദുൾ വഹാബിന്റെ വണ്ടി പരിശോധിച്ചിട്ടുണ്ട്, ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. K രാധാകൃഷ്ണൻ MP മന്ത്രിയായിരുന്നു, സ്പീക്കറായിരുന്നു. M ലിജുവിന്റെ വണ്ടി പരിശോധിച്ചിട്ടുണ്ട്. പോലീസുകാരുടെ അറിവിനെ ഒന്നും നമുക്ക് അത്രയ്ക്കും വിശ്വസിക്കാൻ കഴിയില്ല. ഒന്നാമത്തെ കാര്യം, ഈ ഷാഫി പറമ്പിലിനെ ഒന്നും അറിഞ്ഞില്ല എന്നുള്ളതാണ് അവർ പിന്നീട് പറഞ്ഞത്. ടോർച്ച് അടിച്ച് നോക്കിയിട്ടും അറിഞ്ഞില്ല എന്നുള്ളത്. പിന്നെ കല്യാശ്ശേരി MLA കാര്യം നമുക്ക് ഓർമ്മയുണ്ടല്ലോ. M വിജിനെ അറിയാതെയാണ് അന്ന് അങ്ങനെ ഒരു പ്രവർത്തനം ഉണ്ടായതെന്ന് അവിടുത്തെ സ്ഥലം SI ആണ് പറഞ്ഞത്. അപ്പോൾ പോലീസുകാർ അറിഞ്ഞോ അറിയാതെയോ, അറിഞ്ഞില്ല എന്ന് നടിച്ചോ അറിയാമെന്ന് നടിച്ചോ ചെയ്യുന്നതിനെ ഒന്നും നമുക്ക് അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കാനൊന്നും കഴിയില്ല. ഡോക്ടർ പ്രേംകുമാർ, മറ്റൊരു കാര്യം, പീഡിപ്പിച്ചു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പാലക്കാട് വെച്ച്. രണ്ടാമത്തേത്, ഇത് ഒരൊറ്റ മിനിറ്റ് ഡോക്ടർ, അല്ല ഇതിന് കൂടെ കൂട്ടി പറഞ്ഞോളൂ. പാലക്കാട്ട് അധികാര പ്രയോഗം അത് ഒരു എക്സസ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഇവിടെ ആർക്കും ഒരു സംശയവുമില്ല. അത് വനിതാ പ്രവർത്തകരുടെ മുറികളിലേക്ക് അടക്കം കടന്നു ചെല്ലുകയും വനിതാ പോലീസ് ഇല്ലാതെ പരിശോധിക്കുകയും അവരുടെ വസ്ത്രങ്ങൾ വാരി വലിച്ചിടുകയും അവർക്ക് ഡിസ്കംഫർട്ട് ഉണ്ടാകുന്ന തരത്തിലുള്ള പ്രവർത്തനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ ജനാധിപത്യ വിശ്വാസികൾ ചിന്തിക്കുന്നത്. അപ്പൊ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന്, അത്തരത്തിൽ എക്സസ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്നതാണ്. ഇനി അതിന്റെ പോസിറ്റീവ് വശമാണ് രാഹുൽ മാങ്കൂട്ടത്തിന് മനസ്സിലുണ്ടാകണം എന്ന് നമുക്ക് നിർബന്ധം പിടിക്കാൻ കഴിയില്ല. വോട്ടെണ്ണി നോക്കിയിട്ടല്ലല്ലോ മനുഷ്യന്റെ മാനസികാവസ്ഥ നമുക്ക് പ്രകടമാക്കാൻ കഴിയുന്നു. അന്ന് രാത്രി മുഴുവനും അന്ന് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ മുഴുവനും അനുഭവിക്കേണ്ടി വന്ന ഇത്തരം ഇൻസെക്യൂരിറ്റി അദ്ദേഹത്തെ ട്രിഗർ ചെയ്യാൻ പാടില്ല എന്നൊന്നും പറയാൻ കഴിയില്ല. പക്ഷെ പറഞ്ഞ ഒരു വാക്കിനെയും ന്യായീകരിക്കാൻ ഞാനില്ല താനും. അല്ല, നിങ്ങളുടെ ട്രിഗർ തിയറി ലോജിക്കലി നിൽക്കില്ല. കാരണം ഒരു അനുഭവത്തിൽ നിന്ന് ഒരാൾക്ക് പോസിറ്റീവായ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ സെയിം ഓർ സിമിലർ എക്സ്പീരിയൻസ് ഉണ്ടാവുമ്പോൾ അയാൾ വെറീഡ് ആവില്ല, ഹാപ്പി ആവുകയാണ് ചെയ്യുക. ഇതാ പിന്നെയും ലോജിക്കാണ്. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. വോട്ട് വെച്ച് നോക്കിയിട്ടല്ല മനുഷ്യന്റെ മാനസികാവസ്ഥ ന്യായീകരിക്കപ്പെടുക എന്നുള്ളത് ഡോക്ടർ പ്രേംകുമാർ. പിന്നീട് അതിൽ വോട്ടിൽ അങ്ങനെ പ്രതിഫലിച്ചു എന്നുള്ളതല്ല. ആ അനുഭവം, ആ പരിശോധനകളുടെ അനുഭവം, അല്ലെങ്കിൽ അന്ന് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ അനുഭവിക്കേണ്ടി വന്ന ബുദ്ധിമുട്ട്, അന്ന് ഞാൻ ആ രാത്രി അവിടെ റിപ്പോർട്ട് ചെയ്യാനുണ്ട്. അവിടുത്തെ വനിതാ കോൺഗ്രസ് നേതാക്കളുടെ മുറിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവർ കണ്ണീരോടുകൂടിയാണ് മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചത്. അതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. അതൊന്നും വലിച്ചിടയ്ക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ അത് പോസിറ്റീവായി മാത്രം സ്വാധീനിച്ച, പോസിറ്റീവായിട്ടുള്ള എപ്പിസോഡുകൾ മാത്രമുള്ള ഒരു പ്രോസസ് ഒന്നുമല്ല. ആ സീനിൽ, ആ സീരീസിൽ അങ്ങനെ പല ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് എല്ലാ മനുഷ്യർക്കും. രാഹുൽ മാങ്കൂട്ടത്തിൽ പോലും പറയാത്ത അദ്ദേഹത്തിന്റെ അനുഭവത്തെ പറ്റി എങ്ങനെയാണ് മാധു ഇത്ര വാചാലയാവുന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ അത്ഭുതം തോന്നുന്നു. അങ്ങേക്ക് എങ്ങനെയാണ് ബോധ്യമുണ്ടാവുക? എന്റെ ബോധ്യത്തെ കുറിച്ച് അങ്ങ് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് അത് വളരെ അനുഭവം മാത്രമായിരിക്കുമെന്ന് അങ്ങ് എങ്ങനെയാണ് ബോധ്യപ്പെടുക? എനിക്കും അങ്ങേക്കും ഒരേ തട്ടിലായിരിക്കണം സൗഹൃദം, അല്ലെ? ഒരേ തട്ടിലുള്ള സൗഹൃദത്തിനുള്ള സാധ്യതകളായിരിക്കും ഉണ്ടാവുക, അല്ലെ? അപ്പൊ എനിക്ക് തോന്നുന്നതിൽ, അല്ലെങ്കിൽ എനിക്കറിയാവുന്ന മാനസികാവസ്ഥയെ കുറിച്ച് അങ്ങേക്ക് സംശയമുണ്ടെങ്കിൽ അങ്ങേക്ക് അറിയാവുന്ന മാനസികാവസ്ഥയെ കുറിച്ച് എനിക്ക് സംശയം ഉന്നയിക്കാൻ സാധ്യത അവിടെ അവശേഷിക്കുന്നുണ്ട്. ഡോക്ടർ പ്രേംകുമാർ, തീർച്ചയായും. പക്ഷെ മാധു, ഞാൻ പറഞ്ഞ എന്താണ്,
പാലക്കാട്ടെ പെട്ടി വിവാദത്തിൽ രാഹുലിന് മെച്ചമാണ് ഉണ്ടായിട്ടുള്ളതെങ്കിൽ അങ്ങനെ നിങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അടുത്ത തവണ ഇതേ എക്സ്പീരിയൻസ് വരുമ്പോൾ അയാൾ ഹാപ്പി ആവുകയാണ് വേണ്ടത്. അത് എല്ലാവരുടെ കേസിൽ ആപ്ലിക്കബിൾ ആയ സാധനമാണ്. അപ്പൊ ഇത് രണ്ടും കൂടി ഒന്നിച്ച് പോവില്ല എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്, അല്ലാതെ അല്ല. പിന്നെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അവിടെ ഡോറ് തുറക്കാൻ പറയുന്ന പോലീസുകാരനല്ല തീരുമാനിക്കുന്നത് ആരെ പരിശോധിക്കണമെന്നുള്ളത്. സ്റ്റാറ്റ്യൂട്ടറി സർവൈലൻസ് ടീം എന്ന് പറയുന്ന SST എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ആണ്. അതിനെ നിയന്ത്രിക്കുന്നത് സംസ്ഥാന സർക്കാരിലുള്ള ഉദ്യോഗസ്ഥന്മാർ പോലും അല്ല. അവിടെ സെക്യൂരിറ്റിക്ക് നിൽക്കുന്ന കേരള പോലീസിലുള്ള ആളുകൾ മാത്രമല്ല. ജിൻഡോയ്ക്ക് അറിയാം, എന്റെ വാഹനം 3 ദിവസം മുമ്പ് അവിടുന്ന് പരിശോധിച്ചിട്ടുണ്ട്. ഭയങ്കര തോക്കൊക്കെ എടുത്ത് നിൽക്കുന്ന, മെഷീൻ കണ്ടെടുത്തിരിക്കുന്ന ആളുകൾ അവിടെയുണ്ട്. പോലീസുകാരുടെ അവരുടെ സഹായത്തിനാണ്. ആ പോലീസുകാർക്കാണ് ഇത് ഷാഫിയാണെന്നും രാഹുലാണെന്നും ഇനിയിപ്പോ നാളെ മാധു പോയാൽ മാധു ആണെന്നും മനസ്സിലാവുക. പക്ഷെ ഇന്ന വണ്ടി പരിശോധിക്കണമെന്ന് ഡയറക്റ്റ് ചെയ്യുന്ന ആൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ കേരള പോലീസിലോ കേരള ഗവൺമെന്റിലോ ഞങ്ങൾ അങ്ങനെ വിചാരിക്കുന്നില്ല. ഞാൻ ഡോക്ടർ ജിൻഡോ ജോണിനോട് ആദ്യം തന്നെ ചോദിച്ചത് അങ്ങനെയാണ്. ഞങ്ങൾ വിചാരിക്കുന്നില്ല അങ്ങേക്ക് അതിലൊരു അതായത് ധാരണക്കുറവുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ അങ്ങേ കുറച്ച് കാണാൻ ശ്രമിക്കുന്നില്ല. പക്ഷെ മറ്റുള്ളവർക്ക് ധാരണക്കുറവുണ്ട് എന്ന അമിത ആത്മവിശ്വാസം അങ്ങേക്കുണ്ട് കേട്ടോ. അത് ഞാൻ ഡോക്ടർ ജിൻഡോ ജോണിനോട് ചോദിച്ചു അങ്ങനെ പരിശോധന പാടില്ല എന്ന ഒരു പ്രിവിലേജ് എവിടെയെങ്കിലും കൽപ്പിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത്. മറ്റുള്ളവർക്ക് ധാരണ കുറവാണ് എന്ന് ചിന്തിക്കാനുള്ള അങ്ങയുടെ അമിത സ്വാതന്ത്ര്യത്തെ ഞാൻ ബഹുമാനിക്കുകയും ചെയ്യുന്നു ഡോക്ടർ പ്രേംകുമാർ. അതല്ല മാധു, അതല്ല. കോൺഗ്രസിന്റെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും അല്ലാത്ത നേതാക്കന്മാർക്കും ആർക്കും ഈ പ്രശ്നമില്ലെന്നേ. വളരെ ഹാപ്പി ആയിട്ട് അതിനോട് പറഞ്ഞ കാര്യം ചോദിക്കേണ്ടതാണ് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. മാത്രം എന്താണ് പ്രശ്നം? ഇതാണ് ഇതിനകത്തുള്ള കാര്യം. അത് ചോദിക്കാം ഡോക്ടർ പ്രേംകുമാർ ഇടവേളയ്ക്ക് ശേഷം. പിന്നെ ഡോക്ടർ ജിൻഡോ ജോൺ, അങ്ങനെ KPCC പ്രസിഡന്റിനില്ലാത്ത, PC വിശ്വനാഥിനില്ലാത്ത, മാത്യു കുഴൽനാടനില്ലാത്ത, K രാധാകൃഷ്ണൻ ഇല്ലാത്ത, മറ്റ് പലർക്കും ഇപ്പൊ നമ്മുടെ ചർച്ചയിലിരിക്കുന്ന ഡോക്ടർ പ്രേംകുമാറിനില്ലാത്ത, നാളെ ഞങ്ങൾ അവിടെ റിപ്പോർട്ടിങ്ങിന് പോവുകയാണെങ്കിൽ എനിക്കില്ലാത്ത, ഡോക്ടർ ജിൻഡോ ജോണിനില്ലാത്ത എന്ത് പ്രത്യേക അവകാശമാണ് ഇവരുടെ മാത്രം വാഹനം പരിശോധിക്കുമ്പോൾ കേരളത്തിൽ ഇത്രയും വലിയ വിവാദം ഉണ്ടാകാൻ പോകുന്നത്? അല്ല മാധു, അത് ഓരോരുത്തരോടും ഈ ഉദ്യോഗസ്ഥർ ചെയ്തിരിക്കുന്ന ചെയ്തി പോലെ ഇരിക്കും. ഇപ്പം നമ്മളോട് ഉദ്യോഗസ്ഥർ വാഹനം പരിശോധിക്കുന്നതിൻ്റെ സമയത്ത് പറഞ്ഞതുപോലെ ആയിരിക്കണമെന്നില്ലല്ലോ ഷാഫിയോടും രാഹുലിനോടും പറഞ്ഞത്. അപ്പോൾ ഓരോ ഉദ്യോഗസ്ഥനും ഓരോ സമയത്ത് ഓരോ വ്യക്തികളോടും പെരുമാറുന്നത് പോലെ ഇരിക്കും. അപ്പോൾ ബാക്കി നാട്ടിലെ ആളുകളോടൊന്നും അങ്ങനെ പെരുമാറിയില്ലല്ലോ എന്ന് പറഞ്ഞ് അതിനെ ജനറലൈസ് ചെയ്യുന്നത് ഒരു ശരിയായ നിരീക്ഷണമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഈ പറഞ്ഞ ലിസ്റ്റൊക്കെ വായിച്ചപ്പോൾ അബ്ദുൾ വഹാബ് അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം വന്നിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ വാഹനം പരിശോധിച്ചിട്ടില്ല എന്ന് പറയുന്നു. അതെന്താണെന്ന് നമുക്ക് പിന്നെ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ താങ്കൾ കറക്റ്റ് ചെയ്യാം. പക്ഷേ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ വാഹനം പരിശോധിച്ചിട്ടുണ്ടോ? BJPയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ വാഹനം പരിശോധിച്ചിട്ടുണ്ടോ? കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ വാഹനം പരിശോധിച്ചുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ദൃശ്യങ്ങൾ പുറത്തു വന്നതായിട്ടും ഞാൻ അറിയുന്നില്ല. അപ്പോൾ ഈ വാഹനം പരിശോധിക്കുന്നതിലല്ലോ തടസ്സം. ഷാഫി പറമ്പിലോ രാഹുൽ മാങ്കൂട്ടത്തിലോ വാഹനം പരിശോധിക്കുന്നത് തടസ്സം ചെയ്തോ? ഇല്ല. ഷാഫി പറമ്പിലിൻ്റെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുഖത്ത് ടോർച്ചടിച്ച് നോക്കിയിട്ട് പോലും അവരാരാണെന്ന് തിരിച്ചറിയാൻ ഉദ്യോഗസ്ഥർക്ക് പറ്റുന്നില്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥർക്ക് ചില കുഴപ്പങ്ങൾ ഉണ്ടെന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ, സാമാന്യ ബോധമുള്ള മനുഷ്യർക്ക് മനസ്സിലാക്കാൻ. ഇപ്പോൾ എന്നെയോ മാധുവിനെയോ ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ പരിചയം, അല്ലെങ്കിൽ പ്രേംകുമാറിനെയോ ആർഷോയോ പരിചയം ഉണ്ടാകുന്നതിനേക്കാൾ, അല്ലെങ്കിൽ ശ്രീകുമാർ സാറിനെയോ ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ പരിചയം ഷാഫി പറമ്പിലിനെ രാഹുൽ മാങ്കൂട്ടത്തിനെയും സ്വാഭാവികമായിട്ടും കേരളത്തിലെ ഉദ്യോഗസ്ഥർക്ക് ഉണ്ടാകേണ്ടതാണ്. ജനങ്ങളെ തിരിച്ചറിയാൻ പറ്റാത്ത ഉദ്യോഗസ്ഥർക്ക് ജനപ്രതിനിധികളെ പോലും തിരിച്ചറിഞ്ഞാൽ തന്നെ അവർ പരിശോധന ഉപേക്ഷിക്കണമെന്നാണോ പറയുന്നത്? തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ KPCC പ്രസിഡന്റ് പറഞ്ഞല്ലോ അവരുടെ ഡ്യൂട്ടി ചെയ്യട്ടെ എന്ന്. അപ്പോൾ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലുമാണല്ലോ എന്ന് വിചാരിച്ച് അവരുടെ ഡ്യൂട്ടി ചെയ്യണ്ടേ? അല്ല മാധു, ഞാൻ അത് തന്നെ കൃത്യമായിട്ട് എൻ്റെ ആദ്യത്തെ അവസരത്തിൽ ഞാൻ പറഞ്ഞല്ലോ. ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും പരിശോധനയ്ക്ക് സഹകരിച്ചു, വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങി, അവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അനുസരിച്ചു. വാഹനത്തിൻ്റെ ഡിക്കി തുറന്നു കൊടുത്തു, വാഹനം മുഴുവൻ തുറന്നു കൊടുത്തു, അതിൻ്റെ എല്ലാം തുറന്നു കൊടുത്തു. അവസാനം പെട്ടിയെടുത്ത് താഴെ വയ്ക്കാൻ പറഞ്ഞപ്പോൾ ഷാഫി പറമ്പിൽ ആ പെട്ടിയും എടുത്ത് താഴെ വെച്ചു. വടകര MP, പാർലമെന്റ് MP ഷാഫി പറമ്പിലോട് പെട്ടിയെടുത്ത് ഡിക്കിയിൽ താഴെ വയ്ക്കാൻ പറഞ്ഞു. എന്തിനാ? പെട്ടിയുടെ നിറം കാണാൻ വേണ്ടിയിട്ടാണോ? സ്വാഭാവികമായിട്ടും പെട്ടി പരിശോധിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ പെട്ടി തുറന്നുകൂടി പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടത് സ്വാഭാവികമാണ് അല്ലേ? ഇവിടെ സ്വാഭാവികമാണ് പരിശോധന എന്ന് പറയുമ്പോൾ ചില അസ്വാഭാവികതകൾ ഓരോ വ്യക്തികൾക്കും തോന്നുമ്പോഴാണ് ഇൻസൾട്ടായിട്ട് തോന്നുന്നത്. മാധുവിനോട് പെരുമാറുന്ന പോലെ ആയിരിക്കണമെന്നില്ല ഉദ്യോഗസ്ഥർ എന്നോട് പെരുമാറുന്നത്. എനിക്ക് ഇൻസൾട്ടായിട്ട് തോന്നുന്നതായിരിക്കില്ല മറ്റൊരാൾക്ക് ഇൻസൾട്ടായിട്ട് തോന്നുന്നത്. അപ്പോൾ ഇൻസൾട്ട് എങ്ങനെയാണുള്ളത്? ഒരു ഉദ്യോഗസ്ഥൻ ആ വ്യക്തിയോട് പെരുമാറുന്നത് പോലെ സാഹചര്യത്തിനനുസരിച്ചിട്ടാണ്. ഒന്നാമത്തെ കാര്യം. ഇങ്ങോട്ട് അങ്ങനെ മോശം പെരുമാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് അധികം മോശമായി പെരുമാറുക എന്ന് പറയുന്നതാണോ ഒരു ജനപ്രതിനിധി ചെയ്യേണ്ടത്? അദ്ദേഹത്തിന് പാലക്കാട്ടെ ആ പെട്ടി വിവാദം ഉണ്ടായപ്പോൾ കോഴിക്കോട്ട് എവിടെയോ വെച്ച് ലൈവ് ചെയ്യാനൊക്കെ അറിയാമായിരുന്നല്ലോ. ഇത് നോക്കൂ, ഇത് വളരെ മാന്യമായി ഇതാ ഞങ്ങളെ വീണ്ടും ഇരയാക്കുന്നു എന്ന നിലയ്ക്ക് ലൈവ് ചെയ്യുകയോ അതിനെ പ്രചരിപ്പിക്കുകയോ ചെയ്തതാണെങ്കിൽ രാഷ്ട്രീയ നേട്ടം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതിന് പകരം നിങ്ങളുടെ സേവനത്തിലുള്ള പാരിതോഷികം ഞാൻ തന്നേക്കാം എന്ന് പറയുമ്പോൾ അത് ഭീഷണിയാണ്. അത് കേൾക്കുന്ന ആർക്കും അത് ഭീഷണിയാണ്. നാളെ അധികാരത്തിൽ വന്നാൽ പഠിപ്പിച്ചു തരാമെന്ന് പച്ചയ്ക്ക് പറയുന്നതിന് തുല്യമാണ്.
അല്ല മാധു, ഞാൻ ഈ മാധുവിൻ്റെ ഈ ചോദ്യത്തിന് തന്നെയാണ് ഉത്തരം പറയുന്നത്. പക്ഷേ എനിക്കിത് കഴിയുമ്പോൾ ഒരു മിനിറ്റ് കൂടി പരമാവധി തരണം. കാരണം എനിക്ക് ആർഷോ പറഞ്ഞ 1-2 കാര്യത്തോട് രാഷ്ട്രീയമായിട്ട് മറുപടി പറയാനുണ്ട്. ഇനി മാധു പറഞ്ഞ ഈ ചോദ്യത്തിനുള്ള മറുപടി ഒന്ന്, പ്രേംകുമാർ പറഞ്ഞ എന്താ, പാലക്കാട് സംഭവിച്ചതിൻ്റെ റിസൾട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായതുകൊണ്ട് അയാൾക്ക് ഇത്തരം സാഹചര്യങ്ങൾ നാളുകളിൽ ഉണ്ടാകുമ്പോൾ ഇതുപോലെ ഇൻസൾട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും പോസിറ്റീവ് ഫീലിങ്സാണ് ഉണ്ടാകുന്നതെന്ന് ചിലപ്പോൾ അനുഭവങ്ങളിൽ നിന്നായിരിക്കും ഓരോരുത്തരും പറയുന്നത്. നമുക്കതിനെ വിലയിരുത്താൻ പറ്റില്ല. പ്രേംകുമാറിന് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയാം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും അതിലൊരു പോസിറ്റീവ് ഫീൽ അല്ല തോന്നുന്നു. രാഹുൽ ഷാഫി പറമ്പിലും അങ്ങനെ ആയിരിക്കില്ല. ഞങ്ങളുടെ ജിൻഡോ ഞാൻ പറഞ്ഞിട്ടില്ല, താങ്കൾ അങ്ങനെ അല്ല ജിൻഡോ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞ 2 സ്റ്റേറ്റ്മെന്റ്സ് ആണെന്ന് പറയാ ചെയ്ത് ഞാൻ മാധു പറഞ്ഞ 2 സ്റ്റേറ്റ്മെന്റ്സ് കോൺട്രഡിക്ടറി ആണ് എന്ന് പറയുക മാത്രമാണ് അങ്ങനെയാണ്. അല്ല, അങ്ങനെ ഏകപക്ഷീയമായി സ്റ്റേറ്റ്മെന്റ് നടത്താൻ വേണ്ടിയിട്ടല്ലല്ലോ ഡോക്ടർ പ്രേംകുമാർ ഞാൻ ചർച്ച ചെയ്യുന്നത്. 2 വശങ്ങൾ പറഞ്ഞതാണ്. ഡോക്ടർ ജിൻഡോ ജോൺ തുടരൂ. അല്ല, ഞാൻ അദ്ദേഹത്തിന് ഇപ്പോൾ മറുപടി അതിന് ഇനി പറഞ്ഞാൽ ശരിയാവില്ല. എനിക്ക് പറയേണ്ട വേറൊരു കാര്യമുണ്ട്. ഈ പാലക്കാട് തെരഞ്ഞെടുപ്പിലെ ഞങ്ങളുടെ വനിതാ നേതാക്കന്മാരായിട്ടുള്ള ബിന്ദു കൃഷ്ണയുടെയും ഷാനിമോൾ ഉസ്മാന്റെ വാതിലിൽ പാതിരാത്രി വന്ന് വനിതാ പോലീസുകാരില്ലാതെ പുരുഷ പോലീസുമാർ വാതിൽ മുട്ടുമ്പോൾ ഞങ്ങൾക്കതൊരു പോസിറ്റീവ് ഫീലിംഗ് അല്ല പ്രേംകുമാറെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തിനല്ല, ഷാഫി പറമ്പിലല്ല, കേരളത്തിലെ ഒരു ജനാധിപത്യവാദിക്കും ഒരു സ്ത്രീപക്ഷവാദിക്കും ഒരു കോൺഗ്രസ്സുകാരനോ UDF പ്രവർത്തനോ അല്ല, CPM-കാർ ഉൾപ്പെടെയുള്ള സാധാരണ മനുഷ്യർക്കും അത് പോസിറ്റീവ് ഫീൽ അല്ല എന്നുള്ളതിൻ്റെ തെളിവാണ് 18,000-ലധികം ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കേണ്ട സാഹചര്യം ഉണ്ടായത്. ഞാൻ അതോടെ നിർത്തുക. ആരുടെ മുറിയിലും ഏത് ഉദ്യോഗസ്ഥനും പരിശോധിക്കാം തെരഞ്ഞെടുപ്പ് സമയത്ത്, ഏത് സമയത്തും. പക്ഷെ അതിന് ചില പ്രൊസീജിയേഴ്സ് ഉണ്ട്. അത് പാലിക്കാതെ കൈരളി ചാനലിൻ്റെ മാധ്യമ പ്രവർത്തകരെ വിളിച്ച് CPM-ൻ്റെയും BJP-യുടെയും കുറേ ആളുകളെയും വിളിച്ച് ഹോഗോ വിളിച്ചിട്ടല്ല പരിശോധന നടത്തേണ്ടത്. ആ പ്രൊസീജിയർ ഒന്നും പാലിച്ചില്ലല്ലോ. അതിന് കൊടുത്ത പരാതി എന്തായി? ആ നീലപ്പെട്ടി പോയ വഴി നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തിയോ? അവിടെ കൊണ്ടുവന്ന കോടിക്കണക്കിന് ഇവിടെ കള്ളപ്പണം എന്ന് പറഞ്ഞത് കണ്ടെത്താൻ സാധിച്ചോ? പിണറായി വിജയൻ തന്നെയല്ലേ ആഭ്യന്തര വകുപ്പ് മന്ത്രി. അതൊന്നും സാധിച്ചിട്ടില്ല. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പെട്ടിയൊന്നും ഞങ്ങളുടെ പ്രശ്നമല്ല. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മറുപടി മോശമായി പോയെന്ന് അങ്ങനെ മാധുവിന്റെ നിരീക്ഷണം ഞാൻ അതിനെ പോസിറ്റീവായിട്ട് തന്നെ കാണുന്നത്. മാധ്യമ പ്രവർത്തകർക്കോ കേരളത്തിലെ ഉദ്യോഗസ്ഥർക്കോ പോലീസുകാർക്കോ അത്തരത്തിലൊരു ഭീഷണിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, ഞങ്ങൾ ഭീഷണിയായിട്ടല്ല പറഞ്ഞ്, ജനങ്ങൾ അതിനുള്ള പ്രത്യുപകാരം കൊടുക്കും, പ്രതിഫലം കൊടുക്കും, പാരിതോഷികം കൊടുക്കും എന്നാണ് ഞങ്ങളുടെ പൊളിറ്റിക്കൽ ടേക്ക്. പക്ഷേ ഇനി അതിനപ്പുറത്ത് ഭീഷണിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചെറുപ്പക്കാരുടെ തലയടിച്ച് പൊട്ടിച്ച മുഖ്യമന്ത്രിയുടെ ഗൺമാനായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെയുള്ളവർക്ക് അങ്ങനെയും വേണമെങ്കിൽ വിചാരിക്കാം. കോൺഗ്രസിന് മാറ്റങ്ങളുണ്ടെന്ന് തിരിച്ചറിയാൻ കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പിണറായി വിജയന്റെ അടിമകളായിട്ടുള്ള സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഒരു തിരിച്ചറിവ് കൂടി ഉണ്ടാകേണ്ടത് നല്ലതാണ്. എന്ന് വെച്ച് ഞങ്ങൾ അവരെ പരിപാടിയിൽ തല്ലുമെന്നോ ആക്രമിക്കുമോ എന്നല്ല, പക്ഷെ അവർക്ക് ഒരു തിരിച്ചറിവ് ഉണ്ടാകണം. എന്ന് പറഞ്ഞാൽ തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന തരത്തിലുള്ള ബുദ്ധിയോ ഭൗതിക നിലവാരമൊന്നുമല്ല കേരളത്തിലുള്ളവർക്കുള്ളത്. പിന്നെ അത് ഭീഷണിയായിട്ടാണ് വേണമെങ്കിൽ ഈ പറയുന്ന അധികാരവർഗത്തിന് കീഴിൽ അവർ പറയുന്നിടത്ത് നിൽക്കുന്ന, അവർ പറയുന്നതിനനുസരിച്ച് പ്രവർത്തിക്കുന്നവർക്ക് അതൊരു ഭീഷണിയായിട്ട് തോന്നുകയാണെങ്കിൽ അങ്ങനെയെങ്കിൽ അങ്ങനെ പറയണം. അല്ലാതെ പിന്നീട് അതിനെ ഈ പറയുന്ന പൊതിഞ്ഞു പറയേണ്ട കാര്യമില്ല എന്ന നിലയ്ക്കാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ശ്രീ PM മാർഷലിലേക്കാണ് വരേണ്ടത്. ഞാൻ വരാം. അതിന് പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രീ N ശ്രീകുമാർ 8:10 വരെ ഇവിടെയുള്ളൂ. ഞാൻ പൂർത്തിയാക്കട്ടെ. മാധു പ്ലീസ് മാധു ഞാൻ ഒന്ന് പൂർത്തിയാക്കിയിട്ട് പോകും പ്ലീസ്. എനിക്ക് ഒരു മിനിറ്റ് തന്നാൽ മതി. ഇവിടെ PP ദിവ്യ ഒരു വിളിക്കപ്പെടാത്ത വേദിയിൽ പോയി ADM നവീൻ ബാബുവിന്റെ മരണത്തിന് ഉത്തരവാദിയായിപ്പോ അത് ഭീഷണിയായിട്ട് ആർക്കും തോന്നില്ലല്ലോ? മാർക്സിസ്റ്റ് പാർട്ടിക്കാർക്ക് തോന്നിയോ? ഇല്ലല്ലോ. ഇവിടെ ജനീഷ് കുമാർ എന്ന് പറഞ്ഞ MLA വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ ആഫീസോടെ കൂട്ടി കത്തിക്കുമെന്ന് പറഞ്ഞല്ലോ, അത് ഭീഷണിയായിട്ട് തോന്നില്ലല്ലോ? ഇത് പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു MLA അദ്ദേഹം പറയുന്നു നിങ്ങൾക്ക് ഇതിനുള്ള പാരിതോഷികം കിട്ടുമെന്ന് പറഞ്ഞാൽ അതെങ്ങനെ ഭീഷണിയാകുന്നത്? ഞങ്ങളുടെ പക്ഷത്ത് അധികാരമില്ല, ഞങ്ങൾക്ക് പോലീസില്ല, ഞങ്ങൾക്ക് സംഘടനകളുമില്ല. ഇടപെടാതെ തരൂ മാധു. അല്ല, മാധുവിന്റെ അഭിപ്രായം അല്ല ഞാൻ ചോദിച്ചത്. മാധുവിന്റെ അഭിപ്രായം മാധുവിന് പറയാം. ഞാൻ അതിനെ റെസ്പെക്ട് ചെയ്യുന്നു, ഞാൻ അതിനെ എതിർക്കുന്നില്ല. എനിക്ക് അല്ലല്ല ഭീഷണിയായിട്ട് തോന്നുന്നവർക്ക് അങ്ങനെ എടുക്കാം. ഞങ്ങൾ പറഞ്ഞത് ജനങ്ങൾ കൊടുക്കുന്ന പാരിതോഷികത്തെ കുറിച്ചിട്ടാണ്. ജനങ്ങൾ വിലയിരുത്തട്ടെ, ഞങ്ങൾ പറഞ്ഞത് ശരിയോ തെറ്റോ എന്ന് ജനങ്ങളുടെ വിലയിരുത്ത തെരഞ്ഞെടുപ്പിലാണ് തീരുമാനിക്കുന്നത്. ഇനി ഒറ്റ കാര്യം, ഈ വിഷയം പെട്ടി ചർച്ച ഞങ്ങളുടെ വിഷയമല്ല. ഇത് ചർച്ച ചെയ്ത CPM, LDF-ന്റെ കൺവീനർ, CPM സംസ്ഥാന സെക്രട്ടറി, പോളിറ്റ് ബ്യൂറോ മെമ്പർ, LDF-ന്റെ സ്ഥാനാർത്ഥി അടക്കം എല്ലാവരും ചർച്ച ചെയ്യുന്നു. ഞങ്ങളുടെ വിഷയം ഇതല്ല. ഞങ്ങളുടെ വിഷയം ശ്രീകുമാറിലേക്ക് പോകാതെ ഈ ചർച്ചയിൽ നിന്ന് അദ്ദേഹത്തിന് പിരിയേണ്ടി വരും. അതുകൊണ്ട് ഡോക്ടർ ജിൻഡോ ജോൺ ഒന്ന് വഴങ്ങണം. ശ്രീ PM മാർഷലിലേക്ക് വരാമേ. ഈ ഒരു പ്രശ്നമുള്ളതുകൊണ്ടാണ് ശ്രീ N ശ്രീകുമാർ ചർച്ചയിൽ നിന്ന് പിരിയും. അതിനു മുമ്പ് അദ്ദേഹത്തിലേക്ക് ഒന്ന് പോകണം എന്നുള്ളത് കൊണ്ടാണ്. ശ്രീ N ശ്രീകുമാർ, മുതിർന്ന നേതാക്കൾക്ക് ഇതിപ്പോ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ അവിടെ ഉണ്ടാക്കുന്ന എത്രാമത്തെ കാര്യമാണിത്? ഈ M സ്വരാജ് മത്സരിക്കട്ടെ എന്നടക്കമുള്ള കാര്യങ്ങൾ, OLX-മായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെ
ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ വന്ന് അതിവൈകാരികമായ ചില വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എത്രാമത്തെ തവണയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? പ്രതിപക്ഷ നേതാവിന് വരെ തള്ളിപ്പറയേണ്ടി വന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ. നോക്കൂ മാധു, ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരുപാട് വിഷയങ്ങൾ വരും. അതിൽ ചിലത് പ്രകോപനപരമാകും, ചിലത് വളരെ നിശബ്ദമായിട്ടായിരിക്കും. അതൊന്നും ഒരു ചർച്ചാ വിഷയമല്ല. മറിച്ച് അവിടെ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ എന്താണെന്നുള്ളത് കളയാൻ വേണ്ടിയുള്ള തീരുമാനത്തിലേക്കാണ് നമ്മുടെ CPM പോകുന്നത്. കാരണം അവിടെ കോൺഗ്രസ് കൊണ്ടുവന്ന UDF കൊണ്ടുവന്ന നിലപാടുണ്ട്, ഒരു അജണ്ടയുണ്ട്. ആ അജണ്ടയാണ് ഇപ്പോൾ അവിടെ ചർച്ച ചെയ്യുന്നത്. നേരെ മറിച്ച് മുഖ്യമന്ത്രി അവിടെ ഉണ്ടല്ലോ. മുഖ്യമന്ത്രി ഇപ്പോൾ പറയുന്നത് എന്താണ്? രാഷ്ട്രീയ വഞ്ചന. അൻവറിനെ കുറിച്ച് അദ്ദേഹത്തിന് പറയാനുള്ളൂ. അൻവറിൻ്റെ രാഷ്ട്രീയ വഞ്ചന, അൻവറിനെതിരെ തിരിച്ചടി. അതാണോ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം? നിലമ്പൂർ തെരഞ്ഞെടുപ്പ് അൻവർ ഉണ്ടാക്കി വെച്ചതാണെങ്കിൽ അതിൻ്റെ മറ്റൊരു കാരണക്കാർ പിണറായി വിജയനും കൂട്ടരുമായിട്ടുള്ള ഗവൺമെൻറ്റും അവരുടെ പാർട്ടിയുമാണ്. അപ്പോൾ അവിടെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ UDF കൊണ്ടുവരുന്ന അജണ്ടയുണ്ട്. ആ അജണ്ടയുടെ കൃത്യമായിട്ട് ചർച്ച ചെയ്തു പോകുന്നുണ്ട്. അതിന് വളരെ പിന്തുണ നൽകുന്ന ഒരു വിഭാഗമാണ് ഈ യുവജന പ്രസ്ഥാനം അവിടെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞപ്പോൾ ഒരിക്കൽ ഞാൻ പറഞ്ഞിരുന്നു, 1960-കളിലെ 70-കളിലെ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു സ്വഭാവത്തിലേക്ക് ഇപ്പോഴത്തെ യൂത്ത് കോൺഗ്രസും യുവാക്കളും വരുന്നുണ്ട്. അതാ ഞാൻ ആ മുസ്ലിം യൂത്ത് ലീഗുകാരും യൂത്ത് കോൺഗ്രസോട് ചേർന്നുകൊണ്ടുള്ള ഒരു സഖ്യം മലബാറിൽ ശക്തിപ്പെടുന്നത് അതുകൊണ്ടാണ്. അത് ശ്രീ പ്രേംകുമാറെ പറയുന്നത് വേറെ രീതിയിൽ കാണേണ്ട കാര്യമൊന്നുമില്ല. ആ യുവജന നേതാക്കൾക്കെതിരെ ഇവിടുത്തെ പോലീസ് എന്താ നടത്തുന്നതെന്നുള്ള കൃത്യമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്നത്. ഞാൻ ചർച്ച ചെയ്ത് സമയം കളയുന്നില്ല. പക്ഷേ അവിടുത്തെ ഇപ്പോഴത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഒരു അജണ്ട, ഗവൺമെൻറ്റിൻ്റെ അജണ്ട എന്താണ്? അവർക്ക് അജണ്ടയില്ല. ഈ അജണ്ട പെട്ടിവിവാദം ചെയ്യുന്നവർ കത്തിച്ചേരെ. പക്ഷേ കത്തിക്കാതിരിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ CPM നേതാക്കൾക്കിടയിൽ അഭിപ്രായ ഭിന്നത വന്നു. വേണോ വേണ്ടേ? കൃഷ്ണദാസിനെ ഓർമ്മയുണ്ട് അവർക്ക്. അതുകൊണ്ട് വിഷയം അവർ അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. നല്ല കാര്യമാണ്. ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയമല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ അവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു അജണ്ടയുണ്ടോ CPM-ന്? ഒരു അജണ്ടയുണ്ടോ ഗവൺമെൻറ്റിന്? അവരൊറ്റ ചോദ്യം VD സതീശനെ എന്നും ചോദിക്കുന്നുള്ളൂ. എന്താണ് മുഖ്യമന്ത്രി നിങ്ങളുടെ നേട്ടം? ഒരു നേട്ടം പറയൂ, അഭിമാനാർഹമായ ഒരു നേട്ടം പറയൂ. ഉത്തരമില്ല. ഇന്നും അദ്ദേഹം പറഞ്ഞ രാഷ്ട്രീയ വഞ്ചനയാണ്. രാഷ്ട്രീയ വഞ്ചനയ്ക്കെതിരെയാണോ ജനങ്ങൾ അവിടെ പ്രതികരിക്കുന്നത്? അവിടുത്തെ ജനങ്ങളുടെ ആവശ്യം ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്. അത് ഒരുപാട് വിഷയം കൊണ്ട് നമ്മൾ ചർച്ച ചെയ്ത് ഒരുപാട് വിഷയങ്ങളുണ്ട്. അങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ യുവജന നേതാക്കളുടെ മുന്നേറ്റത്തെ അവഹേളിക്കുന്ന വിധത്തിലുള്ള നീക്കം ഉണ്ടാകുന്നത്. രാത്രിയിലാണല്ലോ ഇവരുടെ കാറ് തടയുന്നത്, പകലും തടയാമല്ലോ. അപ്പോൾ തടയുന്ന എന്തിനാണെന്ന് വെച്ചാൽ അവരെ അവഹേളിക്കുമ്പോൾ യുവജന രോഷം ഉണ്ടാകും. അത് പല രീതിയിലാകുമെന്ന് മാത്രം. അതല്ലാണ്ട് അവരുടെ വെട്ടിവരിച്ചോണ്ടോ അല്ല ഞങ്ങൾ ആരാണെന്നുള്ള ചോദ്യം ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, അവിടെ ഉണ്ടാകുന്ന കാര്യങ്ങൾ, അവിടെ ഉണ്ടാകുന്ന പുതിയ ഡെവലപ്മെന്റുകൾ ചർച്ചാ വിഷയമല്ല എന്ന് അങ്ങൊരു മാധ്യമപ്രവർത്തകൻ കൂടിയാണ്. അപ്പോൾ അത് ചർച്ചാ വിഷയമല്ല എന്ന നിലയ്ക്ക് നിരാകരിക്കാൻ കഴിയില്ല. കോൺഗ്രസിന് എന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന വിഷയം ചർച്ചാ വിഷയമല്ല എന്ന് റദ്ദു ചെയ്യാനും കഴിയില്ല. ഗവൺമെന്റിന്റെ അജണ്ട പോലെ തന്നെ പ്രതിപക്ഷത്തിനും രാഷ്ട്രീയ അജണ്ടയുണ്ടാകും. ഇതെല്ലാം ചർച്ചാ വിഷയമാകുക തന്നെ ചെയ്യും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ അവിടെയുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാതിരിക്കാനുള്ള രാഷ്ട്രീയ നാടകം എന്ന് പറയുന്നത് LDF-ന്റെ സ്ഥാനാർത്ഥി തന്നെയാണ്. അല്ല, ഞാൻ പറഞ്ഞ LDF-ന്റെ സ്ഥാനാർത്ഥിക്ക് അങ്ങനെ പറയേണ്ടി വന്നത് പാലക്കാട് ഓർമ്മയുള്ളതുകൊണ്ടാണ്. പാലക്കാട് വെറുതെ ഒരു നീലപ്പെട്ടി വിവാദം കൊണ്ടുവന്നില്ല. അവർക്ക് വലിയ തിരിച്ചടി വന്നില്ലേ? 18,000 വോട്ടുകളുടെ ഭൂരിപക്ഷം കൂടിയില്ലേ? 15,000 വോട്ടുകളുടെ ഭൂരിപക്ഷം. അപ്പോൾ ആ തിരിച്ചടി അവർക്ക് അറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവർ വിഷയം മാറ്റാൻ ശ്രമിക്കുന്നില്ല, വിഷയം മാറ്റാൻ UDF ശ്രമിക്കുന്നില്ല. പക്ഷേ വിഷയം മാറ്റണമെന്ന് ആഗ്രഹമുള്ള ചിലരുണ്ടാകാം. അവിടുത്തെ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ഈ പെട്ടികളൊന്നും അല്ലല്ലോ. അവിടുത്തെ ചർച്ചാ വിഷയം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ വിഷയമല്ലേ? ആ വിഷയം എന്താണ്? അൻവർ പോലും അവിടെ അപ്രസക്തമായത് എന്തുകൊണ്ടാണ്? അവിടുത്തെ UDF LDF മത്സരമായതുകൊണ്ടാണ്. ഈ BJP-യെ കുറിച്ച് CPM ഉണ്ടാതിരിക്കുന്നതും BJP-യെ കുറിച്ച് എത്രയോ ദിവസങ്ങളായിട്ടവിടെ BJP-യുടെ സാന്നിധ്യമുണ്ട്. പക്ഷേ CPM അവരെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഇന്ന് പോലും പറഞ്ഞു കേട്ടില്ല. കാരണം BJP അവിടെ കംഫർട്ടബിളായിട്ട് വിട്ടിരിക്കുകയാണ്, എങ്ങോട്ടെങ്കിലും പൊക്കോട്ടെ എന്നുള്ള രീതിയിൽ. അങ്ങനെ വരുമ്പോൾ ഈ യുവജന നേതാക്കളെ അവഹേളിക്കാൻ UDF സംവിധാനവും LDF-ഉം തമ്മിൽ ആണ് എന്നതിൽ അങ്ങേക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് ഞാൻ കരുതുകയും ചെയ്യുന്നില്ല. അങ്ങ് ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത സമയം പൂർണ്ണമായതിനാൽ അങ്ങയോട് നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ശ്രീ PM ആർഷോ, ഇത് ഇലക്ഷൻ സംബന്ധിച്ചുണ്ടാകുന്ന വളരെ അനാരോഗ്യകരമായ പ്രവണതകളാണ്. മാത്രമല്ല ശ്രീ N ശ്രീകുമാർ നേരത്തെ പറയുന്നത് പകൽ പരിശോധിച്ചുകൂടെ എന്നുള്ളതൊക്കെയാണ്. അവിടെ ചെക്ക് പോസ്റ്റ് ഉള്ളതും അത് മണ്ഡലാതിർത്തിയാണ് എന്നുള്ളത് കൊണ്ടും അവിടേക്ക് പരിശോധനയ്ക്ക് വരുന്ന വാഹനങ്ങൾ ഇപ്പോൾ കടന്നു പോകട്ടെ, നാളെ രാവിലെ പരിശോധിക്കാം എന്ന തരത്തിൽ അന്വേഷണ സംഘത്തിന് നിലപാടെടുക്കാൻ കഴിയില്ല. ശ്രീ N ശ്രീകുമാർ, ഞാൻ അതുകൂടി അങ്ങോട്ട് പറഞ്ഞു പോകുന്നു. ശ്രീ PM ആർഷോ, പക്ഷേ ഇപ്പൊ അടുത്തു നടന്ന മുഴുവൻ ഉപതെരഞ്ഞെടുപ്പുകളിലും ഇത്രയും അനാരോഗ്യകരമായ വിഷയങ്ങൾ, അത് സാമുദായിക വിഷയങ്ങൾ, അത് ഇത്തരത്തിൽ അധികാരത്തിന്റെ അമിത പ്രയോഗം ഉണ്ടാകുന്ന തരത്തിലുള്ള പ്രവണതകൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകുകയാണ്. എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് കൂടുതൽ, അതായത് രാഷ്ട്രീയ വിഷയങ്ങൾ പറയുന്നതിനേക്ക് അപ്പുറത്തേക്ക് ഇത്തരം വിവാദങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? മാധു, ഇതിനകത്ത് ഈ ഘട്ടത്തിലും
ഇവർക്ക് വളരെ കൃത്യമായി എന്താണ് ഈ രണ്ട് യുവ നേതാക്കളെ ഇത്രയധികം പ്രകോപിപ്പിച്ചത് എന്നതിനെ സംബന്ധിച്ച് വ്യക്തമാക്കാൻ കഴിയുന്നില്ല. മറ്റാർക്കും ഇല്ലാത്ത നിലയിലേക്കുള്ള പ്രകോപനം എന്തുകൊണ്ട് ഈ രണ്ടുപേർക്ക് മാത്രമായി ഉണ്ടായി എന്നതിനെക്കുറിച്ച് വ്യക്തമാക്കണില്ല. അപ്പോൾ ജിൻഡോ പറഞ്ഞു വെച്ചത് ഒരു കാരണം ഈ വടകര MP-യെയും അതേപോലെ തന്നെ പാലക്കാട് MLA-യും ഉദ്യോഗസ്ഥർക്ക് തിരിച്ചറിയാൻ വേണ്ടി കഴിഞ്ഞില്ല. അതവരെ വല്ലാതെ പ്രകോപിപ്പിച്ചു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ട്, പെട്ടിയെടുത്ത് പുറത്തേക്ക് വെക്കാൻ വേണ്ടി പറഞ്ഞു. ഇതാണ് ഈ രണ്ട് കാര്യങ്ങളാണ് ഇവരെ ഇത്രയേറെ പ്രകോപിപ്പിച്ചത്. ആ പ്രകോപനത്തിൻ്റെ തുടർച്ചയിലാണ് ഇവർ എന്താ പറയുക ഈ നിലക്കുള്ള ഭീഷണി മുടക്കുന്നതിന് വേണ്ടിയും എന്താ പറയുക ഇപ്പോൾ ജിൻഡോ തന്നെ സംബന്ധിച്ചാൽ ഞങ്ങൾ ഭീഷണിപ്പെടുത്തിയതാണ് എന്നുള്ള നിലയ്ക്ക് ഭീഷണി മുഴക്കുന്നതിന് വേണ്ടിയും ഈ നിലയ്ക്ക് ഉദ്യോഗസ്ഥരെ ആക്ഷേപിക്കുന്നതിന് വേണ്ടിയും പുലഭ്യം പറയുന്നതിന് വേണ്ടിയും ഒക്കെ തയ്യാറായത് ഈ രണ്ട് കാര്യത്തിൻ്റെ പുറത്താണ് എന്നാണ് ഇവർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, ഈ രണ്ടാളുകളെയും തിരിച്ചറിയാൻ വേണ്ടി അവർക്ക് സമയമെടുത്തു. രണ്ടാമതായി ഈ പറഞ്ഞ പോലെ പെട്ടിയെടുത്ത് പുറത്തേക്ക് വെക്കാനായിട്ട് ആവശ്യപ്പെട്ടു. ഇത് ഇത്രമേൽ പ്രകോപിപ്പിക്കേണ്ടുന്നൊരു കാര്യമാണ് എന്ന് എന്തായാലും ഞാൻ കരുതുന്നില്ല. സ്വാഭാവികമായും ഈ നാട്ടിലെ മനുഷ്യരും അങ്ങനെ കരുതാൻ ഇടയുണ്ടാകും എന്നെനിക്ക് തോന്നുന്നില്ല. എന്ത് തന്നെയാണെങ്കിലും അതിൻ്റെ തുടർച്ചയിൽ ഇപ്പോൾ ഈ നിലയിലേക്ക് ചർച്ച എത്തുന്ന നിലയുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ ശ്രീകുമാറും അതേപോലെ തന്നെ ഇപ്പോൾ മാധുവും ചോദ്യമായി ഉന്നയിച്ചു എന്തുകൊണ്ട് ഇത് മാത്രം ചർച്ചയാകുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഇതല്ല, ഈ നിലക്കല്ല ഒരു തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോകേണ്ടുന്നത്. ഇനി ശ്രീകുമാർ പറഞ്ഞല്ലോ UDF-ന്റെ അജണ്ടയ്ക്കനുസരിച്ച് തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന്. എന്താണ് UDF ഈ തെരഞ്ഞെടുപ്പിനകത്ത് മുന്നോട്ട് വെക്കാൻ വേണ്ടി ശ്രമിച്ച അജണ്ടകൾ? അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഈ മണ്ഡലത്തിൽ മാത്രം 44,000-ഓളം വരുന്ന പെൻഷൻ ലഭ്യമാകുന്ന മനുഷ്യരുണ്ട്. ആ മനുഷ്യരെയൊക്കെ കൈക്കൂലിക്കാരെന്ന് വിളിച്ചുകൊണ്ട് ആക്ഷേപിച്ചതാണോ ഇവരുടെ തെരഞ്ഞെടുപ്പ് അജണ്ട? ഇനി അതിനു മുൻപ് ഈ വാതിലടച്ച് കുറ്റിയിട്ട് കഴിഞ്ഞു എന്ന് കോൺഗ്രസിന്റെ നേതാക്കളും UDF-ന്റെ നേതാക്കളും ആകെ പറഞ്ഞ PV അൻവറിന്റെ വീട്ടിലേക്ക് രാത്രി തലയിൽ മുണ്ടിട്ട് കയറി ചെന്നതാണോ ഇവർ മുന്നോട്ട് വെച്ച തെരഞ്ഞെടുപ്പ് അജണ്ട, ഇവർ വിജയിപ്പിച്ച തെരഞ്ഞെടുപ്പ് അജണ്ട? ഈ നിലയിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇവർക്കൊരു നിലയ്ക്കും ജനങ്ങളോട് സംവദിക്കാൻ വേണ്ടി കഴിയാത്ത സാഹചര്യം. ഇനി ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി നിലമ്പൂരിൽ വന്ന് എന്തു പറയുകയായിരുന്നു എന്ന് ശ്രീകുമാർ ചോദിച്ചു. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ നാട്ടിലെ ജനങ്ങളോട്, കേരളത്തിലെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ 9 വർഷക്കാലത്തിനിടയിൽ കേരളത്തിലുണ്ടായ മാറ്റാണ്. കേരളത്തിന്റെ സമസ്ത മേഖലകളിലും നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ്. വിദ്യാഭ്യാസ മേഖലയാണെങ്കിലും ആരോഗ്യ മേഖലയാണെങ്കിലും കേരളത്തിൻ്റെ വ്യാവസായിക രംഗമാണെങ്കിലും കേരളത്തിലെ റോഡുകൾ, പാലങ്ങൾ തുടങ്ങി കേരളത്തിൻ്റെ സമസ്ത മേഖലകളിലും ഉണ്ടായ മാറ്റത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേരളത്തിന്റെ മുന്നേറ്റത്തോടൊപ്പം നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ. കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെയും UDF-ന്റെയും യുവജന നേതാക്കളോടുള്ള പോലീസിന്റെ സമീപനം അത് എങ്ങനെയാണ് എന്ന് ചോദിക്കുകയാണ്. ഡോക്ടർ ജിൻഡോ ജോൺ പറയുകയാണ് ആ സമീപനം വെച്ചു പുലർത്തിയ പോലീസിനോട് ഭീഷണിയുടെ സ്വരത്തിലെങ്കിൽ ഭീഷണിയുടെ സ്വരത്തിൽ സംസാരിച്ചു എന്നു തന്നെ വെച്ചോളൂ എന്ന് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലെ പുലർച്ചെ വീട്ടിൽ ചെന്ന് വീട് വളഞ്ഞ് അദ്ദേഹത്തിന്റെ അമ്മ എന്ന് പറഞ്ഞു തോർക്കുന്നുണ്ട്. അറസ്റ്റ് ചെയ്ത് ഭീകരാന്തരീക്ഷം ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടായി. ഈ നീലപ്പെട്ടി വിവാദവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്ന് കാണിച്ചതൊക്കെ അതിൽ എടുത്തു പറയാൻ കഴിയുന്നത്, അതായത് സ്ത്രീപക്ഷത്ത് നിന്ന് ചിന്തിക്കുന്ന, ജനാധിപത്യത്തിന്റെ പക്ഷത്ത് നിന്ന് ചിന്തിക്കുന്ന മനുഷ്യന്മാർക്ക് അവിടെ അന്നുണ്ടായതിലുള്ള അതിനാടകീയത അത് കുറച്ച് കടന്ന കൈയായി പോയി എന്ന് പറയാനുള്ള പല കാര്യങ്ങളുണ്ട് അവിടെ. അത് ഞാൻ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി പറയുന്നതാണ്. അതുപോലെ ഈ പറയുന്ന നവകേരള യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങോട്ടുണ്ടായ പ്രശ്നങ്ങൾ, അത് യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളെ എങ്ങനെയാണ് കേരളത്തിലെ പോലീസ് കൈകാര്യം ചെയ്തതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ, അതിനെ മുഖ്യമന്ത്രി വിളിച്ച പേര്, അങ്ങനെ യൂത്ത് കോൺഗ്രസിന്റെയും UDF-ന്റെ മുഴുവൻ സംവിധാനത്തിലെ യുവജന നേതാക്കളെ ഈ തരത്തിൽ കൈകാര്യം ചെയ്യുമ്പോൾ അവർക്ക് തങ്ങൾക്കെതിരെ നിരന്തരമായ അനീതി ഉണ്ടാകുന്നു എന്ന് പറയാൻ കഴിയില്ലേ? സ്മൃതി, സോറി പ്രിയ മാധു, ഇതിനകത്തെ ആവർത്തി പറഞ്ഞ നേരത്തെ ഞാൻ അവസാനിപ്പിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. നമുക്ക് ഈ എന്താ പറയുക, ഇന്ത്യൻ പീനൽ കോഡിനകത്ത് ജനറൽ എക്സെപ്ഷൻസ് ഉണ്ട്. അൺസൗണ്ട് മൈൻഡുള്ള ആളുകളെ അങ്ങനെ തുടങ്ങി വിവിധങ്ങളായിട്ടുള്ള ജനറൽ എക്സെപ്ഷൻസ് ഉണ്ട്. സമാനമായ നിലയിൽ ഈ നാട്ടിൽ നിലനിൽക്കുന്ന നിയമങ്ങളിൽ നിന്ന് ശ്രീ ഷാഫി പറമ്പിലിനും ഈ പറഞ്ഞ പോലെ രാഹുൽ മാങ്കൂട്ടത്തിനും എക്സെപ്ഷൻ കൊടുക്കുക എന്നതും മാത്രമാണ് ഇവിടെ സാധ്യമാകുന്ന ഒരു മറുവിധി. ഇവിടെ ഈ നാട്ടിൽ ആദ്യമായിട്ടാണോ ഒരു യുവജന സംഘടനകളുടെ, യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെയൊക്കെ സമരങ്ങളുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളുടെ ഭാഗമായിട്ടോ പോലീസ് കേസ് ഉണ്ടാകുന്നത്, അറസ്റ്റ് ചെയ്യപ്പെടുന്നത്? ഇനി പോലീസ് എന്തോ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരോടോ യൂത്ത് ലീഗിന്റെ പ്രവർത്തകരോടോ ഇടപെട്ടു എന്ന് പറഞ്ഞു. കേരളത്തിന്റെ പോയ കാലത്തെ സമരങ്ങളെടുത്ത് പരിശോധിച്ചോന്നേ,
എത്രമേൽ ക്രൂരമായിട്ടാണ് ഇവിടെ വിദ്യാർത്ഥി സമരങ്ങളെ, യുവജന പ്രക്ഷോഭങ്ങളെ ഇലക്ട്രിക് ലാത്തി ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൽ പോലീസ് ആക്രമിച്ച് ഒടുക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തിയെന്നുള്ളതിന്റെ എത്രയെത്ര അനുഭവങ്ങൾ. സമരങ്ങളുടെ ഭാഗമായി പോലീസിന്റെ മർദ്ദനമുറകളെ അതിജീവിച്ചവരും നേരിട്ടവരും ഒക്കെയാണ്. അപ്പോ വീണ്ടും അധികാരത്തിലേക്ക് വരുന്ന സമയത്ത് അങ്ങനെ തന്നെ പോലീസ് പെരുമാറണം എന്ന നിലയ്ക്കാണോ കാണേണ്ടത്? അല്ലല്ല, ആ നിലയിലേക്ക് ആ ഇലക്ട്രിക് ലാത്തിയുടെ കാലത്തിലേക്ക് തിരിച്ചു കേരളം പോയിട്ടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ ആ നിലയ്ക്കുള്ള ഒരു അനുഭവം മുൻകാലത്ത് തൊട്ട് മുൻപത്തെ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഉൾപ്പെടെ സമയത്ത് ഏത് വിധേനയായിരുന്നു കേരളത്തിലെ സമരങ്ങൾ അടിച്ചമർത്താൻ വേണ്ടി ശ്രമം ഉണ്ടായത് എന്നുള്ളതിന്റെ അനുഭവം നമ്മുടെ മുൻപിലുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ആ നിലയിലേക്ക് നമ്മുടെ നാട് പോയിട്ടില്ല. അങ്ങോട്ടേക്ക് പോകുന്ന ഒരു ഗവൺമെന്റ് അല്ല, അങ്ങോട്ടേക്ക് പോകുന്ന ആ നിലയ്ക്കുള്ള ഒരു കാഴ്ചപ്പാട് പോയി മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെന്റും അല്ല. നേതാക്കൾ തന്നെ, അണികൾ തന്നെ രംഗത്തിറങ്ങുന്ന സാഹചര്യവും അതിന് അധികാരത്തിലിരിക്കുന്നവർ തന്നെ പിന്തുണ നൽകുന്ന സാഹചര്യവും ഉള്ളപ്പോൾ അത് വിഭജിക്കപ്പെടും എന്ന് വേണമെങ്കിൽ പറയാം. ശ്രീ PM ഷോ. ഡോക്ടർ ജിൻഡോ ജോൺ, രാവിലെ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളൊക്കെ പറഞ്ഞത്, ഇന്നലെയും എല്ലാം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പറഞ്ഞത് വളരെ കൃത്യമായ സംഘടനാ സംവിധാനം അവിടെ യൂത്ത് കോൺഗ്രസിൻ്റെത് പ്രവർത്തിക്കുന്നുണ്ട്. ഈ ജയം എന്ന് പറയുന്നത് ഞങ്ങളുടെ അഭിമാനമാണ്, ഞങ്ങൾ അതിനനുസരിച്ച് കയ്യും മെയ്യും മറന്ന് പ്രവർത്തിക്കുന്നു എന്നൊക്കെയാണ്. ആ സംഘടനാ സംവിധാനത്തെ ഉത്തരവാദിത്വത്തോടു കൂടി പ്രവർത്തിപ്പിക്കേണ്ട, മുൻപോട്ട് കൊണ്ടുപോകേണ്ട ആളുകളാണ് ഈ നിലയ്ക്കുള്ള പ്രതികരണം നടത്തുന്നത്. ഡോക്ടർ ജിൻഡോ ജോൺ, ഇപ്പോൾ എനിക്കറിയാവുന്ന ഡോക്ടർ ജിൻഡോ ജോൺ വളരെ ജനാധിപത്യ ബോധത്തോടു കൂടി സംസാരിക്കുന്ന ഒരാളാണ്, വളരെ പക്വതയോടുകൂടി സംസാരിക്കുന്ന ഒരാളാണ്. ഈ നിലയ്ക്കുള്ളത് ഭീഷണിയാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത എന്തെങ്കിലും രാഷ്ട്രീയ കെട്ടുപാട് അങ്ങേക്ക് ചിലപ്പോൾ ഉണ്ടായിരിക്കാം. എന്നാൽ പോലും അത്തരം മൗഢ്യം അല്ലെങ്കിൽ അത്തരം ഒരു നിർബന്ധ ബുദ്ധിയോട് കൂടിയുള്ള അജ്ഞത അങ്ങ് പ്രകടിപ്പിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മാധു എന്നെക്കുറിച്ച് പറഞ്ഞ നല്ല വാക്കിന് നന്ദിയുണ്ട്. പക്ഷേ മാധു എന്നെ ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ ഞാൻ വന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രതിനിധിയായിട്ട് സംസാരിക്കാനാണ്. എനിക്ക് എൻ്റെ പാർട്ടിയെക്കുറിച്ച് സംസാരിക്കാനാണ് ആഗ്രഹം, എൻ്റെ പാർട്ടിയുടെ നിലപാട് പറയാൻ ആഗ്രഹം. അതുകൊണ്ടാണ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞത്, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നിലപാട് തന്നെയാണ് കേരളത്തിലെ യുവാക്കളുടെയും നിലപാട്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വെളുപ്പാങ്കാലത്ത് വീട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയ പോലീസിൻ്റെ ഒരു ആർജവും ആവേശവും നമ്മൾ കണ്ടതല്ലേ? മാധു അല്പം മുമ്പ് അത് സൂചിപ്പിക്കുകയും ചെയ്തു. രാഹുൽ മാങ്കൂട്ടത്തിൽ സമരക്കേസിലെ പ്രതിയായിരുന്നു. ആ സമരക്കേസിലെ പ്രതിയായ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിനെ പിണറായി വിജയന്റെ പോലീസ് എത്തരത്തിലാണ് അറസ്റ്റ് ചെയ്തത്. അതുപോലെ തന്നെ SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു എന്നോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആർച്ചോ. അദ്ദേഹം വിവിധ കേസുകളിൽ പ്രതിയാണ്, സമരക്കേസ് ഉൾപ്പെടെ വിവിധ കേസുകളിൽ. അദ്ദേഹത്തിന് കിട്ടിയ ഒരു പ്രിവിലേജും കവറേജും രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടിയില്ലല്ലോ. കിട്ടിയില്ല എന്ന് മാത്രമല്ല, അതിക്രൂരമായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ നേരിട്ടത്. മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് മത്സരിക്കാൻ പോയപ്പോഴും എത്തരത്തിലാണ് ഇവർ നേരിട്ടിട്ടുള്ളത്. അപ്പോൾ അത്രത്തോളം വ്യക്തിപരമായിട്ടും നിയമപരമായിട്ടും എല്ലാ രീതിയിലും ആക്ഷേപിക്കാൻ കേരളത്തിലെ ഭരണ സംവിധാനം ശ്രമിക്കുമ്പോൾ എല്ലാ ചെറുപ്പക്കാരും ഒരേ രീതിയിൽ സംസാരിക്കണം, പ്രതികരിക്കണം എന്ന് നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റില്ല. ഇനി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആ പ്രതികരണത്തിൽ ഞാൻ അതിലൊരു അബദ്ധവും കാണുന്നില്ല. എന്നെ നിങ്ങൾ തെറ്റിദ്ധരിച്ചായിരിക്കും. ഞാൻ ഉൾപ്പെടെയുള്ള ചെറുപ്പക്കാർ, എൻ്റെയൊക്കെ മനസ്സിലുള്ള വികാരം കൈയടിച്ചും തലയടിച്ചും കാലടിച്ചും പൊട്ടിക്കുമ്പോൾ, ഞങ്ങളെയൊക്കെ കറുത്തൊടുപ്പിട്ടതിന്റെ പേരിൽ 10 ദിവസത്തോളം പിടിച്ച് ജയിലിലിട്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നിയത് ഇത് തന്നെയാണ്. ഞങ്ങൾ ഇതിന് പാരിതോഷികം ഉൾപ്പെടെ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളുടെ തല ചെടിച്ചട്ടിക്ക് അടിച്ചു പൊട്ടിക്കുന്നത് നോക്കി നിന്നത് ഉൾപ്പെടെ, മുഖ്യമന്ത്രിയുടെ വാഹനത്തിൽ നിന്ന് ഇറങ്ങിച്ചെന്ന് തലയടിച്ചു പൊളിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് ഡോക്ടർ ജിൻഡോ ജോൺ ആവർത്തിക്കുന്നു അല്ലേ? ഡോക്ടർ ജിൻഡോ ജോൺ അത് എന്നേക്കാൾ തീവ്രതയോടെ പറയാൻ കഴിയും. കാരണം അങ്ങ് പറഞ്ഞതുപോലെ അങ്ങയുടെ പാർട്ടിയുടെ നിലപാട് പറയാൻ വന്നതാണ്. പക്ഷെ കോൺഗ്രസ് സംസാരിക്കുന്നത് പാർട്ടിയുടെ നിലപാടും പാർട്ടി പ്രതിനിധാനം ചെയ്യുന്ന പ്രത്യയശാസ്ത്രത്തിന്റെ നിലപാടുമായിരിക്കണം. അവിടെ ഉദ്യോഗസ്ഥരുടെ കരിയറിനെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ അവരുടെ ഒരു ഡിഗ്നിറ്റിയുടെ അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് സംസാരിക്കാനുള്ള എന്ത് അവകാശമാണ്, എന്ത് കാഴ്ചപ്പാടാണ് കോൺഗ്രസ് നൽകുന്നതെന്ന് എനിക്കറിയില്ല. ഇനി അങ്ങ് പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞതാണ് കേരളത്തിലെ ചെറുപ്പക്കാരുടെ മനോഭാവമെന്ന്. അങ്ങനെയൊന്നും പറയാൻ കഴിയില്ല. കേരളത്തിലെ ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ പലതരം രാഷ്ട്രീയ ബോധമുള്ളവരാണ്. അതിൽ CPM-കാരുണ്ട്, അതിൽ കോൺഗ്രസ്സുകാരുടെ എന്ന് പറയൂ. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇനിയിപ്പോൾ കോന്നി MLA ജനീഷ് കുമാർ വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞതുപോലെയുള്ള മാന്യതയോടെ പറയാം. PP ദിവ്യ പറഞ്ഞതുപോലെയുള്ള മാന്യതയോടെ പറയാം. മാധ്യമ പ്രവർത്തകരോട് കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെയുള്ള മാന്യതയോടെ പറയാം. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ലല്ലോ. മാന്യതക്കേട് തന്നെയാണ് എന്ന് പറഞ്ഞിട്ടുള്ളവർ തന്നെയാണ് ഇത്. പിന്നെ നിങ്ങൾക്ക് ആ മാന്യത മതി വാശിയുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നിർബന്ധം പിടിക്കാനൊന്നും പറ്റില്ല.
അല്ല മാധു, ഞാനൊന്ന് പറഞ്ഞു പൂർത്തിയാക്കട്ടെ. ഞാൻ മാധുവിനോട് വഴക്കൂടാൻ വന്നതല്ലല്ലോ. മാധു പറഞ്ഞതിൽ ഞങ്ങൾക്ക് ഗുണപരമായിട്ടുള്ള കാര്യങ്ങൾ, ഞങ്ങൾക്ക് പോസിറ്റീവായിട്ട് എടുക്കാവുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾ എടുക്കേണ്ടതുള്ളൂ. ഞങ്ങളെ വിമർശിക്കുന്ന കാര്യങ്ങൾ, ഞങ്ങൾ അതിൽ കാര്യങ്ങളായിട്ടുള്ളതുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നത് ഞങ്ങൾ എടുക്കും. ഞങ്ങൾക്ക് തോന്നാത്ത ബോധ്യമാകാത്ത കാര്യങ്ങൾ ഞങ്ങൾ എടുക്കേണ്ട കാര്യവുമില്ല. അതങ്ങനെയാണല്ലോ എല്ലാവരും. ഇപ്പോൾ ഞാൻ പറയുന്ന മുഴുവൻ കാര്യം മാധു അംഗീകരിക്കണമെന്നില്ല. പക്ഷെ ഞങ്ങളുടെ പ്രശ്നം എന്താണ്? ഞങ്ങളുടെ പ്രശ്നം രാഹുൽ മാങ്കൂട്ടത്തിലെ ഷാഫി പറമ്പിലിനെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലാണ് വാഹന പരിശോധന നടത്തിയത്. വാഹന പരിശോധനയോട് സഹകരിച്ചു. അതിനുശേഷവും പെട്ടിയെടുത്ത് പുറത്ത് വെപ്പിച്ചിട്ട് പിന്നെ അതെടുത്ത് അകത്ത് വെച്ചോളാൻ പറയുമ്പോൾ അതിലൊരു ദുസ്സൂചനയുണ്ട്. പിന്നെ എന്തിനാണ്? പെട്ടിയുടെ നിറം കാണാൻ വേണ്ടിയിട്ടാണോ? അത് നീലയാണോ, പച്ചയാണോ, ചുമപ്പാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണോ? അതോ കറുപ്പാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണോ? കറുത്ത പെട്ടിയാണെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഇഷ്ടപ്പെടാത്ത കളറായതുകൊണ്ട് പിടിച്ച് അകത്തിടാൻ വേണ്ടിയിട്ടാണോ? പെട്ടിയുടെ നിറം കാണാൻ വേണ്ടിയിട്ടാണോ പെട്ടിയെടുത്ത് താഴെ വയ്ക്കാൻ പറഞ്ഞത്? അപ്പോൾ അതെന്തിനു വേണ്ടിയിട്ടാണ്? പരിശോധനയാണ് ലക്ഷ്യമെങ്കിൽ അത് ശരിയായ രീതിയിലുള്ള പരിശോധനയല്ല, ഇൻസൾട്ടിന്റെ രീതിയാണ്. ഇനി ഒരു കാര്യം കൂടി പറയട്ടെ. കഴിഞ്ഞ 9 വർഷമായിട്ട് കേരളത്തിലുണ്ടായ മാറ്റത്തെക്കുറിച്ച് ചർച്ച ചെയ്യണമെന്നാണ് ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതും. ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ വിഷയം പറഞ്ഞപ്പോൾ ഞങ്ങൾ അപ്പുറത്തെ LDF-നെ പിന്തുണച്ച മഹാത്മാഗാന്ധിയുടെ കൊലപാതകികളായിട്ടുള്ള ഹിന്ദു മഹാസഭയുടെ പിന്തുണ LDF സ്വീകരിച്ചതിനെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞു. പീഡിപ്പിക്കപ്പെട്ട പാർട്ടിയാണെന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞപ്പോൾ ഞങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞു. 40 വർഷക്കാലം ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ വാങ്ങിയ ആളുകൾ വെൽഫെയർ പാർട്ടി UDF-നെ പിന്തുണച്ചപ്പോൾ അത് മഹാ അപരാധമാണെന്ന് പറഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ ഇതൊന്നുമല്ല പ്രധാനപ്പെട്ട വിഷയം. മുഖ്യമന്ത്രി കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ജില്ലയായ മലപ്പുറത്തെ വർഗീയമായിട്ട് ചിത്രീകരിക്കുന്ന രീതിയിൽ പറഞ്ഞതിനെ കുറിച്ച് ചർച്ച ചെയ്യണം. അതുപോലെ PR ഏജൻസിക്ക് 5% ശമ്പള വർധനവ് കൊടുത്തപ്പോൾ ആശാ വർക്കർമാർക്ക് 272 നിന്ന് 700 രൂപ കൊടുക്കാനുള്ള ആവശ്യത്തിന് പുറത്ത് 120 ദിവസം അവരുടെ സമരത്തെ കാണാത്ത സംസ്ഥാന സർക്കാരിന്റെ ആ നിലപാടിനെ, നിഷേധാത്മക നിലപാടിനെ കൂടി ചർച്ച ചെയ്യണം. മാത്രമല്ല എക്സാലോജിക്ക് കേരളത്തിൽ വലിയ മാറ്റമുണ്ടായെന്നാണ് ആർഷ പറയുന്നത്. ശരിയാണ്, മുഖ്യമന്ത്രിയുടെ മകൾക്ക് ജോലി ചെയ്യാതെ 2,72,00,000 രൂപ കിട്ടും. വലിയ മാറ്റമാണ്. ലൈഫ് മിഷനിൽ 1,76,000 കുടുംബങ്ങൾ മേൽക്കൂരയില്ലാത്ത വീട്ടിൽ പെരുമഴയത്ത് കിടക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ ക്ലിഫ് നീന്തൽ കുളത്തിന് 11 കുടുംബങ്ങളുടെ പണം, മുഖ്യമന്ത്രിയുടെ തൊഴുത്തിന് 11 കുടുംബങ്ങളുടെ പണം, മുഖ്യമന്ത്രിയുടെ ലിഫ്റ്റിന് 5 കുടുംബങ്ങളുടെ പണം, മുഹമ്മദ് റിയാസിന്റെ റീൽസ് എടുക്കുന്നതിന് 50 കുടുംബങ്ങളുടെ പണം, മുഖ്യമന്ത്രിയുടെ മുഖം ദേശീയപാതയുടെ ഓരങ്ങളിൽ അടിച്ചു വയ്ക്കുന്നതിന് 15 കോടി രൂപ. എത്ര നൂറുകണക്കിന് കുടുംബങ്ങൾക്ക് ലൈഫ് മിഷനിൽ പണം അനുവദിക്കാവുന്ന പണം ഉപയോഗിച്ചുകൊണ്ട് ഇവർ 4ാം വാർഷികം നടത്തുന്നു. 200 കോടി രൂപയ്ക്ക്. ഇവിടെ വലിയ വിലക്കയറ്റം, രൂക്ഷമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധി, തൊഴിലില്ല, തൊഴിലിന് കൂലിയില്ല, ആളുകൾക്ക് ജീവിക്കാൻ ഒരു വഴിയുമില്ല, പെൻഷനില്ല, ക്ഷേമനിധികൾ 18-20 മാസമായിട്ട് കിട്ടാക്കനിയാകുന്നു, വൈദ്യുത ചാർജ് വർദ്ധിപ്പിക്കുന്നു, വെള്ളക്കരം വർദ്ധിപ്പിക്കുന്നു, വീട്ടുകരം വർദ്ധിപ്പിക്കുന്നു, ഭൂനികുതി വർദ്ധിപ്പിക്കുന്നു. ഇതൊക്കെ വർദ്ധിപ്പിച്ചിട്ടും സാധാരണ മനുഷ്യർക്ക് ആശ്വാസമാകുന്ന ക്ഷേമ പെൻഷൻ കൃത്യമായിട്ട് കൊടുക്കാതെ ആവർത്തിച്ച് പറയുന്നത്. ശരി, ഡോക്ടർ പ്രേംകുമാർ, അവസാനമായി ഡോക്ടർ പ്രേംകുമാർ, ഇപ്പോൾ അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെയും ഞാനും ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെയും ഇലക്ഷൻ കമ്മീഷന് കീഴിലാണ് ഈ പറയുന്ന പരിശോധനകൾ, പോലീസിന്റെ വിന്യാസം, പോലീസിന്റെ ഇതെല്ലാം നടക്കുന്നത് എന്നുള്ളത് ശരിയാണ്. ഇപ്പൊ നമ്മൾ 1ാം പിണറായി സർക്കാരിന്റെ സമയത്ത് പോലീസിന്റെ അമിതാധികാര പ്രയോഗം ഉണ്ടായപ്പോൾ അത് പഴയ സർക്കാരിന്റെ ഭൂതാവേശം ആണ് എന്ന് പറഞ്ഞതാണ്. 10-20 ദിവസം ഇലക്ഷൻ കമ്മീഷനിലേക്ക് മാറുന്ന സമയത്ത് പോലീസിന് അങ്ങനെ ഒരു ദുഷ്പ്രവണതയുണ്ടെങ്കിൽ അത് മാറ്റിവെച്ച് തികഞ്ഞ അച്ചടക്ക ബോധ്യത്തോടെ, തികഞ്ഞ നിഷ്പക്ഷതയോടെ ഇലക്ഷൻ കമ്മീഷന്റെ മെഷീനറി എന്ന നിലയ്ക്ക് മാത്രം പ്രവർത്തിക്കും എന്ന് പറയുന്ന കുറച്ച് കടന്ന നിഷ്കളങ്കതയല്ലേ? മധു, ഇത് കൃത്യമായിട്ടൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്, പൊളിറ്റിക്കൽ ഡിബേറ്റ് ആണ്. അതിനെ നമ്മളൊരു പേഴ്സണൽ ഡിബേറ്റോ അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ ഡിബേറ്റോ ആക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് ഒരുപക്ഷെ ആദ്യഘട്ടത്തിൽ ഞാൻ സാധാരണ സംസാരിക്കാത്ത രീതിയിൽ സംസാരിച്ചു പോയത്. അങ്ങനെ ഹാർഷായിട്ടുള്ള റെഫറൻസ് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ക്ഷമ പറയുന്നു. അതിന് രണ്ടാമത്തെ കാര്യം, ഇതിൽ ജിൻഡോ ജോണി ഇപ്പോൾ അവസാനം ഒരു 1.5 മിനിറ്റ് പറഞ്ഞതുപോലുള്ള കാര്യങ്ങളാണ് പറയേണ്ടത് എന്നാണ് ഞാൻ പറയുന്നത്. അത്തരം പൊളിറ്റിക്കൽ ഇഷ്യൂസ് ആണ്. ക്ഷേമ പെൻഷന്റെ കാര്യം, വികസനത്തിന്റെ കാര്യം, റോഡ് വികസനത്തിന്റെ കാര്യം, ഇതൊക്കെയാണ് ചർച്ച ചെയ്യേണ്ടത്. പക്ഷേ ഇതല്ലാത്ത കാര്യങ്ങളാണ് നിലമ്പൂർ ഇലക്ഷനിൽ ആദ്യം തൊട്ട് ഇവിടം വരെ UDF-ന്റെ ഭാഗത്ത് നിന്ന് ചർച്ചയ്ക്ക് വരുന്നതും അതൊക്കെ അവരെ ഡിഫൻസിലാക്കുകയും ചെയ്യുന്നത്. നോക്കൂ, ജിൻഡോ പറയുന്നത് ഇവരെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ലേ? നോക്കൂ, ഷാഫി പറമ്പിൽ ഐഡന്റിഫൈ ചെയ്തു. പിന്നെ എന്താണ് ഉദ്യോഗസ്ഥർ ചെയ്യേണ്ടത്? വാഹനം പരിശോധിക്കുകയല്ലേ, വെറുതെ വിടുകയല്ലല്ലോ വേണ്ടത്. ഇനി കേരളത്തിലെ ഒരു വടകരയിലെ MP ആണ് ഷാഫി പറമ്പിൽ, പാലക്കാട്ടെ MLA ആണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അവരോടൊരു ഉദ്യോഗസ്ഥൻ മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിലെ മൊത്തം ജനങ്ങളോടാണ് മോശമായിട്ട് പെരുമാറുന്നത്. അപ്പോൾ അവരെന്താ ചെയ്യേണ്ടത്? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് പരാതി കൊടുക്കണം. ഇത്ര സമയമായിട്ടും 24 മണിക്കൂറിനടുത്തായിട്ടും അവർ ഇതുവരെ പരാതി കൊടുത്തിട്ടില്ല. എന്തുകൊണ്ടാണ് കൊടുക്കാത്തത്?
മിസ്ബിഹേവ് ചെയ്തിന്റെ പരാതി കൊടുക്കണ്ടേ? അപ്പൊ ഇലക്ഷൻ കമ്മീഷനിൽ വിശ്വാസം ഇല്ല എന്നല്ലല്ലോ പറയേണ്ടത്. അതായത് ഇന്റർനാഷണൽ സീ റൂട്ടിൽ കപ്പൽ ചേതം വരുമ്പോൾ അത് പിണറായി വിജയനാണെന്ന് വിചാരിക്കുന്ന പോലെ, NHAIയിൽ വർക്കിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് സംസ്ഥാന ഗവൺമെന്റ് ആണെന്ന് വിചാരിക്കുന്ന പോലെ, ഇലക്ഷൻ കമ്മീഷന്റെ പ്രൊസീജിയറാണ് റൗണ്ട് ദ ക്ലോക്ക് 3 ഷിഫ്റ്റ് ആയിട്ട് എല്ലാ വാഹനങ്ങളും പരിശോധിക്കുക എന്നുള്ളത്. അതിൽ ആരുടെയൊക്കെ വാഹനങ്ങൾ പരിശോധിക്കുക എന്നുള്ളത് മാത്യു പുളിങ്ങാടൻ കൃത്യമായിട്ട് പറയുന്നു. ദുഷ്ടലാക്കാണ് നിങ്ങൾ. അങ്ങനെ ജനറലൈസ് ചെയ്ത് പോകല്ലേ, അങ്ങനെ ജനറലൈസ് ചെയ്ത് പോകല്ലേ. ഇച്ഛാശക്തിയാണെന്ന് റീൽസ് എടുത്ത് 2 കോടി രൂപ ചെലവഴിച്ച ആളുകൾ പിന്നെ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്നേ. മഴയത്ത് പൊട്ടിപ്പൊളിഞ്ഞ് 100 സ്ഥലത്ത് അപകടം പറ്റുമ്പോൾ അത് ഞങ്ങൾക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല. അത് കേന്ദ്ര സർക്കാരിന്റെ ഇച്ഛയാണെന്ന് പറഞ്ഞാൽ അത് പറ്റില്ല. അതുവരെ പിണറായി വിജയന്റെ ഇച്ഛാശക്തിയായിരുന്നു എന്ന് പറഞ്ഞ ആളുകൾ അത് പൊട്ടിപ്പൊളിയുമ്പോൾ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണ്ടേ? നാഷണൽ ഹൈവേയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. റീൽസ് എടുക്കാൻ 2 കോടി രൂപ ചെലവഴിച്ചാൽ പോരാ. കേരള തീരത്ത് കപ്പൽ അപകടത്തിൽപ്പെടുമ്പോൾ കേസെടുക്കാൻ ആർജവം കാണിക്കണം. അത് അദാനിക്ക് വേണ്ടിയിട്ട് വിടുപണി ചെയ്യാൻ പാടില്ല. അപ്പൊ ഞങ്ങൾ അതിന് രാഷ്ട്രീയം പറയും. ഡോക്ടർ പ്രേംകുമാർ, 1 മിനിറ്റിൽ താഴെയുള്ളേ, പെട്ടെന്ന് നിങ്ങൾ കാര്യങ്ങൾ കുറച്ച് മനസ്സിലാക്കുന്ന ആളാണെന്ന് എനിക്കറിയാം. പക്ഷെ കോൺഗ്രസിന്റെ പ്രതിയായതുകൊണ്ട് ഇങ്ങനെ തന്നെയേ പറയാൻ പറ്റുള്ളൂ. NHAയിലെ വർക്കിന്റെ പ്രൈമറി ഉത്തരവാദിത്വം കേന്ദ്ര ഗവൺമെന്റിനാണ്. വന്യജീവി സംഘർഷത്തിന്റെ പ്രൈമറി ഉത്തരവാദിത്തം കേന്ദ്ര ഗവൺമെന്റിനാണ്. താങ്കൾ LDFന് വേണ്ടിയാ സംസാരിക്കുന്നതെന്നും താങ്കൾ തിരിച്ചറിയാത്ത പോലെ അഭിനയിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നതെന്ന് എനിക്കറിയാം. താങ്കൾ എന്നെ നമ്മുടെ രണ്ടുപേരുടെ വ്യക്തിപരമായിട്ടുള്ള മേന്മ ചർച്ച ചെയ്യാനല്ലോ. നമ്മൾ ഈ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാർ ജനങ്ങൾക്ക് കൊടുത്ത നേട്ടങ്ങളെ കുറിച്ചല്ലേ ഡിബേറ്റ് ചെയ്യപ്പെടേണ്ടത്. എന്റെ വ്യക്തിപരമായ താങ്കളുടെ ചർച്ച ചെയ്യപ്പെടേണ്ടത്. ഞാൻ അറിഞ്ഞുകൊണ്ടാണ് പറയുന്നെങ്കിൽ താങ്കൾ അറിയാതെ പറഞ്ഞത്. അത് തന്നെയാണ് പറഞ്ഞത്. പക്ഷെ ഒരിടത്തും UDF ഈ ഇലക്ഷനിൽ ഇത്തരം പൊളിറ്റിക്കൽ വിഷയങ്ങൾ അല്ല ചർച്ച ചെയ്യുന്നത്. നോക്കൂ, ആദ്യത്തെ 2 ആഴ്ച നിങ്ങൾ അൻവറിനെയും കൊണ്ട് ചുറ്റിത്തിരികയായിരുന്നു. അൻവർ അവസാനം VD സതീശനെ മാറ്റണം, ഷൗക്കത്തിനെ മാറ്റണം, എങ്ങനെ ഞാൻ ചേരുന്നു എന്ന് പറഞ്ഞ് വേണ്ടെന്ന് വെച്ചത്. പാലക്കാടിന് പിന്നാലെ നിലമ്പൂരും ഒരു പെട്ടി വിവാദം ഉണ്ടായതിന്റെ രാഷ്ട്രീയ ഗുണഫലം ആർക്ക് എന്നുള്ളത് 23-ന് തന്നെ അറിയാം. പക്ഷേ ഒഴിവാക്കേണ്ട അനാരോഗ്യകരമായ വിവാദങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകാനുള്ള ജാഗ്രതയും പക്വതയും രാഷ്ട്രീയ നേതൃത്വം പ്രകടിപ്പിക്കുമെന്ന് വിചാരിക്കുന്നു. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്ക്.